സമാദരണീയരായ വേദിയിലും സദസ്സിലുമിരിക്കുന്ന സഹോദരങ്ങളെ, സഹോദരിമാരെ, സംഘടനാ സാരഥികളെ, ഈ ശബ്ദം ശ്രവിക്കുന്ന പ്രിയപ്പെട്ട നാട്ടുകാരെ, ജീവിതത്തിൻ്റെ എല്ലാ സന്ദർഭങ്ങളിലും സട്ടാവും നിയന്താവുമായ അള്ളാഹുവിൻ്റെ കൽപ്പനാ നിർദ്ദേശങ്ങൾക്ക് ആജ്ഞാനുവർത്തികളായി ജീവിതാവസാനം വരെ ഈമാനും തഖ്വയും നിലനിർത്തി അള്ളാഹുവിൻ്റെ ഇഷ്ടവും പൊരുത്തവും നേടിയെടുക്കുവാൻ പരമാവധി യത്നിക്കണമേ എന്ന് സ്വന്തത്തോടും നിങ്ങൾ ഓരോരുത്തരോടും ആമുഖമായി ഓർമ്മപ്പെടുത്തുകയാണ്, ഉപദേശിക്കുകയാണ്. അള്ളാഹു അത്തരം ഭാഗ്യശാലികളിൽ, മുത്തക്കികളിൽ, വിശിഷ്യ മുവഹിദുകളിൽ നമ്മെല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. മനുഷ്യജീവിതം എന്ന് പറയുന്നത് അള്ളാഹു ഒരടിമക്ക് ഈ ഭൂമിയിൽ നിശ്ചയിച്ച ഒരു സമയവും ഒരവധിയും എത്രയാണോ അത് പൂർത്തിയാകുന്നത് വരെയാണ്. അതിൻ്റെ ഇടയിൽ എന്താണ് നമ്മുടെ ജീവിതത്തിൻ്റെ ആത്യന്തികമായ ലക്ഷ്യമെന്ന് വളരെ കൃത്യമായി വേദഗ്രന്ഥങ്ങളിലൂടെയും പ്രവാചകന്മാരിലൂടെയും നമ്മൾ മനസ്സിലാക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ ജീവിതത്തെ കരപ്പിടിപ്പിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് ആത്യന്തികമായ ലക്ഷ്യം. വിശുദ്ധ ഖുർആൻ ഓർമ്മപ്പെടുത്തിയതുപോലെ വമാ ഖലഖ്തുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ, മനുഷ്യരെയും ജിന്നുകളെയും നമ്മൾ സൃഷ്ടിച്ചിരിക്കുന്നത് എനിക്ക് മാത്രം ഇബാദത്ത് ചെയ്യാൻ വേണ്ടിയാണ്. ഇവിടെ മനുഷ്യ ജീവിതത്തിൻ്റെ ആത്യന്തികമായ താല്പര്യം മനുഷ്യോൽപത്തിയുടെ തുടക്കം മുതൽ ആദിമ മനുഷ്യൻ ആദം അലൈഹിസ്സലാത്തു വസ്സലാം ഭൂമിയിൽ വന്നത് മുതൽ അത് പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഗുണകരമാകുന്ന കാര്യങ്ങൾ നന്മയാണെന്നും നമുക്ക് ദോഷകരമായിട്ടുള്ള കാര്യങ്ങൾ തിന്മയാണെന്നും പഠിപ്പിക്കാൻ അന്നു മുതൽ അതിൻ്റെ തുടക്കമുണ്ടായി എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. അതിൻ്റെ അപ്പുറത്ത് മനുഷ്യരോട് എന്താണ് നന്മകളെന്നും എന്താണ് തിന്മകളെന്നും നിങ്ങൾ സ്വയം വ്യവച്ഛേദിച്ച് മനസ്സിലാക്കണം, ബുദ്ധി കൊണ്ട് കണ്ടെത്തണം എന്നല്ല അള്ളാഹു പറഞ്ഞത്. അതാണ് ഒന്നാമത്തെ മനുഷ്യൻ മുതൽ ഇവിടെ മുതൽ തുടങ്ങി അത് അവസാനം വരെ നിലനിൽക്കും എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. ആദ്യത്തെ മനുഷ്യൻ ഒരു പ്രവാചകനായിരുന്നു. നമുക്കറിയാവുന്നതുപോലെ, നമ്മളൊക്കെ മനസ്സിലാക്കിയതുപോലെ ആദം അലൈഹിസ്സലാത്തു വസ്സലാം എന്തിനാണ് ഒന്നാമത്തെ ആളെ ഭൂമിയിലേക്ക് പറഞ്ഞേക്കുമ്പോൾ ഒരു പ്രവാചകനാക്കുന്നതിൻ്റെ യുക്തി എന്താണ്? അള്ളാഹുവിന് വേണമെങ്കിൽ ഒരു 100 ആളുകൾ രൂപപ്പെട്ടതിന് ശേഷം ഒരു പ്രവാചകനെ പറഞ്ഞയച്ചാൽ മതിയായിരുന്നു. പക്ഷെ അള്ളാഹു നിശ്ചയിച്ചത് മനുഷ്യന്റെ തുടക്കം മുതൽ അവസാനം വരെ ഇവിടെ ദൈവിക ദർശനങ്ങളും സന്ദേശങ്ങളും കൃത്യമായി നിലനിൽക്കണം. അത് ലോകത്ത് പ്രചരിച്ചുകൊണ്ടിരിക്കണം, പടർന്ന് പന്തലിച്ചുകൊണ്ടിരിക്കണം. ഒരിക്കലും ദിശയറിയാതെ, വഴിയറിയാതെ ഒരാളും മുന്നോട്ട് പോവാൻ പാടില്ല എന്നുള്ളത് അള്ളാഹുവിൻ്റെ ഒരു തീരുമാനമാണ്. നമ്മൾ ആലോചിക്കുമ്പോൾ തൊട്ടു മുമ്പത്തെ പ്രഭാഷണത്തിൽ അടിസ്ഥാനപരമായ വിശ്വാസവുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ നിങ്ങളുടെ മുമ്പിൽ പ്രതിപാദിക്കുകയുണ്ടായി. നമ്മുടെ ജീവിതത്തിൻ്റെ അടിത്തറ എന്ന് പറയുന്നത് വിശ്വാസമാണ്. ലോകത്ത് കടന്നു വന്ന എല്ലാ പ്രവാചകന്മാരും ആദ്യമായിട്ട് ആ സമൂഹത്തോട് പറഞ്ഞത് ഏകദൈവ വിശ്വാസമായിരുന്നു. നോഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാം എന്താണോ മനുഷ്യരോട് പറഞ്ഞത് അത് തന്നെയാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം പ്രബോധനം ചെയ്തത്. അത് തന്നെയാണ് അത് കഴിഞ്ഞു വന്ന മൂസ അലൈഹിസ്സലാത്തു വസ്സലാം തുടങ്ങി അവസാനത്തെ പ്രവാചകൻ
മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയും അത് തന്നെയാണ് പറഞ്ഞത്. എന്ന് പറഞ്ഞാൽ ഈ വിഷയത്തിന് എന്നും പ്രസക്തിയും പ്രാധാന്യവുമുണ്ട്. ഓരോ പ്രവാചകന്മാരും, ലോകത്ത് കടന്നു വന്ന ലക്ഷത്തിൽ ചില്ലാനം പ്രവാചകന്മാർ ഓരോരുത്തരും ഓരോരോ വിഷയങ്ങളാണ് ആളുകളോട് പറഞ്ഞിരുന്നതെങ്കിൽ ആളുകൾക്ക് എത്രയോ വിജ്ഞാനങ്ങൾ കിട്ടുമായിരുന്നു, എത്രയോ വ്യത്യസ്തങ്ങളായ അറിവുകൾ കിട്ടുമായിരുന്നു. പക്ഷെ എല്ലാവരും പറഞ്ഞത് ഒരേ വിഷയം. 1-ാം ക്ലാസ്സിൽ പഠിച്ച ഒരു വിദ്യാർത്ഥി 2-ാം ക്ലാസ്സിലേക്ക് വിജയിക്കുമ്പോൾ പുതിയ പുസ്തകങ്ങളാണ് പിന്നെ പഠിപ്പിക്കുന്നത്. ഓരോ ക്ലാസ് കഴിയുമ്പോഴും പുതിയ പുതിയ സിലബസുകൾ, പുതിയ പുതിയ പഠനങ്ങളാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. എങ്കിൽ നമ്മൾ ചിന്തിക്കൂ, ലോകത്ത് വന്ന എല്ലാ നബിമാരും അമ്പിയാക്കളും മുർസലുകളും ഒരേ കാര്യമാണ് ആളുകളോട് ബോധ്യപ്പെടുത്തിയത്. അത് ഏകദൈവ വിശ്വാസമായിരുന്നു. എന്താണ് എല്ലാ പ്രവാചകന്മാരും പറഞ്ഞത്? വിശുദ്ധ ഖുർആൻ പറഞ്ഞു, യാ അയ്യുഹന്നാസ് ഉഅ്ബുദൂ റബ്ബക്കുമുല്ലദീ ഖലഖക്കും വല്ലദീന മിൻ ഖബലിക്കും ലഅല്ലക്കും തത്തഖൂൻ. മനുഷ്യരെ, നിങ്ങൾക്ക് മുമ്പുള്ളവരെ സൃഷ്ടിച്ച, നിങ്ങളെ സൃഷ്ടിച്ച സ്രഷ്ടാവിനെയാണ് നിങ്ങൾ ആരാധിക്കേണ്ടത്. ആ സ്രഷ്ടാവിലേക്കാണ് നിങ്ങൾ കരങ്ങൾ ഉയർത്തേണ്ടത്, അവനിലേക്കാണ് നിങ്ങൾ മടങ്ങേണ്ടത്. എന്നിട്ട് ഖുർആൻ പറഞ്ഞു, എന്താണ് ആ സ്രഷ്ടാവിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്? അല്ലദീ ജഅല ലക്കുമുൽ അർള ഫിറാശൻ വസ്സമാഅ ബിനാഅൻ വഅൻസല മിനസ് സമാഇ മാഅൻ ഫഅഖ്റജ ബിഹി മിനസ് സമറാത്തി റിസ്ഖൻ ലക്കും ഫലാ തജ്അലൂ ലില്ലാഹി അൻദാദൻ വഅൻതും തഅലമൂൻ. നിങ്ങൾക്ക് ആകാശത്തു നിന്ന്, ഉപരിയിൽ നിന്ന് വെള്ളം മഴയിറക്കി തന്നു. നിങ്ങൾക്ക് ഈ ഭൂമിയെ ഏറ്റവും നല്ല വാസയോഗ്യമാക്കി ആകാശത്തെ മേൽക്കൂരയാക്കി തന്ന, എല്ലാം സംവിധാനിച്ചു തന്നുകൊണ്ടിരിക്കുന്ന അള്ളാഹുവിനെ, അവനെയാണ് നിങ്ങൾ ആരാധിക്കേണ്ടത്. ഒരിക്കലും അറിഞ്ഞുകൊണ്ട് അവനിൽ ഒന്നിനെയും നിങ്ങൾ പങ്കു ചേർക്കരുത്. ഇത് വിശുദ്ധ ഖുർആനിന്റെ ഒരു പ്രഖ്യാപനമാണ്. ഈ പ്രഖ്യാപനത്തിലൂടെ തുടങ്ങി എല്ലാ നബിമാരും ഈ കാര്യം പറഞ്ഞ അവസാനത്തെ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയും ഇതേ വിഷയമാണ് തന്റെ സമൂഹത്തോട് 23 വർഷക്കാലത്തെ നുബുവത്തിന്റെ പ്രവാചകത്വത്തിന്റെ അവസ്ഥയിലൂടെ കടന്നുപോയി അത് ബോധ്യപ്പെടുത്തിയത് എന്ന് നമുക്ക് കാണാൻ കഴിയും. ആ വിഷയം ഇനി വിശദീകരിച്ച് പറയാനല്ല ആഗ്രഹിക്കുന്നത്. നമ്മെ സംബന്ധിച്ചിടത്തോളം വലിയ സൗഭാഗ്യം കിട്ടിയവരാണ് നമ്മൾ. നമുക്ക് അള്ളാഹുവിൽ നിന്നുള്ള ഹിദായത്ത് കിട്ടി. ഏറ്റവും വലിയ ഭാഗ്യം എന്താണെന്ന് ചോദിച്ചാൽ, ഒരുപക്ഷെ ഏറ്റവും വലിയ സമ്പത്തിന്റെ ഉടമയാവുക, അധികാരത്തിന്റെ ആളുകളായി മാറുക, ഏറ്റവും വലിയ ജ്ഞാനത്തിന്റെ വക്താക്കളായി തീരുക, ഇതൊക്കെ നമുക്ക് കിട്ടുന്ന അനുഗ്രഹങ്ങളാണ്. എന്നാൽ അതിനേക്കാൾ വലിയ അനുഗ്രഹത്തെക്കുറിച്ച് ഖുർആൻ നമുക്ക് പറഞ്ഞു തരുന്നത്, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് ബോധ്യപ്പെടുത്തി തരുന്നത്, അത് ഹിദായത്ത് എന്ന് പറയുന്ന സൗഭാഗ്യമാണ്. ലോകത്ത് നമ്മൾ പരിശോധിക്കുമ്പോൾ പല ആളുകൾക്കും കിട്ടാതെ പോയത്, പലരും ആഗ്രഹിച്ചിട്ട് കൊതിച്ചിട്ട് ലഭിക്കാതെ പോയത്, ഇത് കിട്ടുമായിരുന്നെങ്കിൽ പല പ്രവാചകന്മാരുടെയും കുടുംബങ്ങൾക്ക് കിട്ടുമായിരുന്നു, പല പ്രവാചകന്മാരുടെയും ഭാര്യമാർക്ക് കിട്ടുമായിരുന്നു. നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാമയുടെ ഏറ്റവും വലിയ ആഗ്രഹം എന്താണ്? സ്വന്തം ഭാര്യ സ്വർഗത്തിലേക്ക് കടന്നു പോകണമെന്നായിരുന്നു, സ്വന്തം മകൻ സ്വർഗത്തിന്റെ ആളാവണമെന്നായിരുന്നു. എന്നാൽ വിശുദ്ധ ഖുർആൻ നമുക്ക് പറഞ്ഞു തരുന്നത്, 2 മഹത്തായ പ്രവാചകന്മാർ, ഏറ്റവും വലിയ പ്രവാചകന്മാർ, ഒന്നാമത്തെ മുർസൽ എന്ന് വിശേഷിപ്പിക്കപ്പെട്ട നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാം, ആ പ്രവാചകന്റെ ഭാര്യമാരെ കുറിച്ച് ഖുർആൻ നമുക്ക് പറഞ്ഞു തരുന്നത്, അവര് നരകത്തിന്റെ വക്താക്കളാണ്. വിശുദ്ധ ഖുർആൻ അത് നമുക്ക് ഓതിത്തരുകയാണ്. ളറബല്ലാഹു മസലൻ ലില്ലദീന കഫറു ഇംറഅത നൂഹിൻ വംറഅത ലോത്ത് കാനതാ തഹ്താ അബ്ദൈനി മിൻ ഇബാദിനാ സ്വാലിഹൈൻ. ളറബല്ലാഹു മസലൻ ലില്ലദീന കഫറു ഇംറഅത നൂഹിൻ വംറഅത ലോത്ത്. അല്ലാഹു ലോകത്ത് കടന്നു വന്ന ഏറ്റവും മോശക്കാരായി ജീവിച്ച ആളുകൾ, നിഷേധികളായി ജീവിച്ചിട്ടുള്ള ആളുകൾ, അവർക്ക് ഉദാഹരണമായി പഠിപ്പിച്ചു തന്നത്, അവർക്ക് ഉദാഹരണമായി പറഞ്ഞു തന്നിട്ടുള്ളത് ഏതെങ്കിലും ധിക്കാരികളായിട്ടുള്ള ആളുകളെ കുറിച്ചായിരുന്നില്ല, ഏതെങ്കിലും ധിക്കാരികളുടെ ഭാര്യമാരെ കുറിച്ചായിരുന്നില്ല, ഏതെങ്കിലും തമ്മാടികളുടെ സഹോദരന്മാരെ കുറിച്ച്, സഹോദരിമാരെ കുറിച്ചായിരുന്നില്ല. ആ 2 ആളുകൾ 2 പ്രവാചകന്മാരുടെ ഭാര്യമാരായിരുന്നു. എന്താണ് അവർക്ക് സംഭവിച്ചതെന്ന് ഖുർആൻ പറയുന്നു. ഫഹാനത്താഹുമാ, അവർ 2 പേരും ആ പ്രവാചകന്മാരെ വഞ്ചിക്കുകയായിരുന്നു. നൂഹ് അലൈഹിസ്സലാത്തു വസ്സലാം പ്രവാചകൻ, ആ പ്രവാചകൻ 950 വർഷക്കാലമാണ് ദഅവത്ത് നടത്തിയത്. 950 വർഷം പ്രബോധനം നടത്തി. ആ പ്രവാചകന്റെ കൂടെ അലൈഹിസ്സലാം ജീവിക്കാൻ ഭാഗ്യം കിട്ടിയ ഭാര്യ, ആ പ്രവാചകന്റെ കൂടെ ഒന്നിച്ച് കഴിച്ചുകൂട്ടാൻ ഭാഗ്യം കിട്ടിയ ഭാര്യ, ആ ഭാര്യ നാളെ നരകത്തിൽ പ്രവേശിക്കാൻ വേണ്ടി അള്ളാഹുവിന്റെ കൽപ്പന വരുമെന്ന് ഖുർആൻ നമുക്ക് പറഞ്ഞു തരുമ്പോൾ നമ്മൾ എത്രമാത്രം
ഭാഗ്യം കിട്ടിയവരാണ്. അവർക്കൊന്നും കിട്ടാത്ത ഭാഗ്യമാണ് നമുക്ക് കിട്ടിയത്. ഏറ്റവും അവസാനത്തിലേക്ക് കടന്നു വരുമ്പോ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ആഗ്രഹിച്ചത് തന്റെ പിതൃവ്യന്മാർക്ക് ഇത് കിട്ടണം, തന്റെ പിതൃവ്യന്മാർക്ക് ഇത് ലഭിക്കണം എന്ന് അങ്ങേയറ്റം കൊതിച്ചു. പക്ഷെ പിതൃന്മാരിൽ ചിലർക്ക് കിട്ടി. അബ്ബാസ് ഇബ്നു അബ്ദുൽ മുത്തലിബ് റളിയല്ലാഹു അൻഹു, അദ്ദേഹത്തിന് ഇത് ലഭിച്ചു. ഹംസത്ത് ഇബ്നു അബ്ദുൽ മുത്തലിബ് റളിയല്ലാഹു അൻഹു, അദ്ദേഹത്തിന് ഈ സൗഭാഗ്യം അല്ലാഹുവിൽ നിന്ന് ലഭിച്ചു. എങ്കിൽ നമ്മൾ ആലോചിച്ച് നോക്കൂ, അബൂ ത്വാലിബിന്റെ ചരിത്രം എന്താണ്, അബൂ ലഹബിന്റെ ചരിത്രം എന്താണ്? അതൊക്കെ നമ്മൾ പരിശോധിക്കുമ്പോൾ അവർക്കൊന്നും കിട്ടാതെ പോയ ഏറ്റവും വലിയ സങ്കടകരമായിട്ടുള്ള വർത്തമാനം. അബൂ ത്വാലിബ് എന്ന് പറയുന്നത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് സംരക്ഷണം കൊടുത്ത ആളാണ്. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ താങ്ങും തണലുമായി 8ാമത്തെ വയസ്സ് മുതൽ ആ ഉത്തരവാദിത്തം ഏറ്റെടുത്ത് സ്വന്തം കണ്ണിലെ കണ്ണിനുള്ളിയേക്കാൾ റസൂലുള്ളാഹിയെ സ്നേഹിച്ച് വളർത്തി സംരക്ഷിച്ച് മുന്നോട്ട് കൊണ്ടുപോയ പിതൃവ്യൻ ഈ ഹിദായത്തിന്റെ വഴിയിലേക്ക് കടന്നു വരണമെന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ആഗ്രഹിച്ചു. പലതവണ ഉപദേശിച്ചു, എത്രയോ വിളിച്ചു. അവസാനം രോഗശയ്യയിൽ കിടക്കുമ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അടുത്ത് ചെന്നിട്ട് വീണ്ടും അവസാനത്തെ പ്രയോഗം എന്നുള്ള നിലക്ക്, അറ്റകൈ എന്നുള്ള നിലക്ക് അവസാനമായിട്ട് ഉപദേശിക്കുന്നു, പിതാവേ ഖുൽ ലാ ഇലാഹ ഇല്ലല്ലാഹ്, നിങ്ങൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉച്ചരിച്ച് മരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ എനിക്ക് സാധിക്കും. ഈ സമയത്ത് എന്താണ് പുഞ്ചിരിച്ചുകൊണ്ട് ആ പിതൃവ്യൻ നബിയോട് പറഞ്ഞത്, മോനെ, ഇത്രയും കാലം കൊണ്ട് നടന്ന ആദർശത്തെ അവസാനമായി കൈവിട്ട് അതിനെ ഒഴിവാക്കി ഉപേക്ഷിച്ച് മരിച്ചു പോകുമ്പോൾ ഒരു ഹതഭാഗ്യനായിട്ട് അല്ലെങ്കിൽ ആ നിലക്കൊരു നഷ്ടക്കാരനായിട്ട് ഞാൻ മാറണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നില്ല എന്ന് അബൂ ത്വാലിബ് പറയുന്ന സമയത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സങ്കടത്തോടു കൂടി പുറത്തിറങ്ങി. ആ ഇറങ്ങുന്ന സമയത്താണ് അള്ളാഹുവിന്റെ ഖുർആനിലെ ആയത്ത് ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വഹിയായിട്ട് ഇറങ്ങുന്നത്. എന്താണ് ആയത്ത്? ഇന്നക ലാ തഹ്ദീ മൻ അഹ്ബബത് വലാകിന്നല്ലാഹ യഹ്ദീ മയശാ. പ്രവാചകരെ, താങ്കൾ ഉദ്ദേശിക്കുന്നവരെ, താങ്കൾ ഇച്ഛിക്കുന്നവരെ, താങ്കളുടെ മനസ്സിൽ ഉണ്ടാവണമെന്ന് ആഗ്രഹിക്കുന്നവരെ ഇസ്ലാമിന്റെ സന്നിധാനത്തിലേക്ക്, ഇസ്ലാമിന്റെ സമക്ഷത്തിലേക്ക് കൊണ്ടുവരാൻ സാധ്യമല്ല. വലാകിന്നല്ലാഹ യഹ്ദീ മയശാ. അല്ലാഹുവിന്റെ ഒരു തൗഫീഖ് ഉണ്ടാവണം, അല്ലാഹുവിന്റെ ഒരു നിഅമത്ത് ഉണ്ടാവണം. അല്ലാഹുവിന്റെ മഹത്തായ അനുഗ്രഹം കിട്ടാത്തവർക്ക് ഈ സൗഭാഗ്യം ലഭിക്കില്ലെന്ന് പറഞ്ഞ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സമാശ്വസിപ്പിക്കുന്ന വിശുദ്ധ ഖുർആനിന്റെ ആയത്ത് പരിശോധിക്കുമ്പോൾ നമുക്ക് കിട്ടിയത് മഹത്തായ ഭാഗ്യമാണ്, സമ്മാനമാണ്, വരദാനമാണ് എന്നുള്ള തിരിച്ചറിവ് എല്ലാ സമയത്തും ഒരു ഓർമ്മയായി, ഒരു സ്മരണയായിട്ട് നിലനിൽക്കണം. നമ്മുടെ ഹൃദയങ്ങളിൽ എല്ലാ സമയത്തും അതുണ്ടാവണം. ഇനി നമ്മൾ ആലോചിച്ച് നോക്കി, ഇതൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ ഇതിന്റെ അപ്പുറത്ത് എന്താണ് നമുക്ക് നിർവഹിക്കാനുള്ളത്? ഇതിന്റെ അപ്പുറത്ത് നമ്മുടെ ജീവിതത്തിന്റെ ആത്യന്തിക ലക്ഷ്യം, അതിലേക്ക് വിരൽ ചൂണ്ടുന്ന കുറഞ്ഞ പോയിന്റുകളാണ് പറയാൻ ആഗ്രഹിക്കുന്നത്. നമ്മൾ ഈ ദുനിയാവിൽ 10, 60, 70 ഒക്കെ വർഷം ജീവിക്കും. ആ നമ്മുടെ തീയതി എപ്പോഴാണോ അള്ളാഹുവിന്റെ അടുത്ത് എഴുതി വച്ചിരിക്കുന്നത് അത് പൂർത്തിയാകുന്ന മുറക്ക് അള്ളാഹുലേക്ക് നമ്മൾ മടങ്ങിപ്പോകും. ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ ഇവിടെ പലപ്പോഴും നമുക്ക് നീതി കിട്ടിക്കൊള്ളണമെന്നില്ല. പല ആളുകൾക്ക് നീതി നിഷേധിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അനീതി പലപ്പോഴും അവർക്ക് തടസ്സമായി നിൽക്കുന്നു. എങ്കിൽ നീതിയുടെ ഒരു ലോകം നാളെ പരലോകത്ത് വരാനുണ്ട്. നീതിയുടെ ഒരു ലോകം വരാനുണ്ട്. ഇവിടെ പ്രയാസപ്പെടുന്ന ആളുകൾ, അവരുടെ പ്രയാസങ്ങൾക്കൊരു അറുതി ഉണ്ടാവണം. ഇവിടെ സങ്കടപ്പെട്ട ആളുകൾ, വേദനകൾ സഹിച്ചവർ, അവർക്കതിനൊരു പരിഹാരം ഉണ്ടാവണം. അതാണ് യഥാർത്ഥത്തിൽ പരലോകം എന്ന് പറയുന്നത്. അതാണ് പരലോകം. പലപ്പോഴും നമ്മൾ വിചാരിക്കും ഈ പരലോകം എന്ന് പറയുന്ന ഒരു സംവിധാനം എന്തിനാണ്? ഈ ദുനിയാവിലെ ജീവിതം ഇതോടുകൂടി അവസാനിച്ചാൽ അതല്ലേ ഏറ്റവും നല്ല യുക്തി, അതല്ലേ നല്ലതെന്ന് നമ്മൾ തീരുമാനിക്കുമ്പോൾ, നമ്മൾ ചിന്തിക്കുമ്പോൾ നമ്മൾ ആലോചിച്ച് നോക്കൂ. ഇവിടെ പലപ്പോഴും നമ്മുടെ ബുദ്ധിപരമായിട്ട് നമ്മൾ ആലോചിക്കുമ്പോൾ യഥാർത്ഥത്തിൽ ഒരു പരലോകം ഉണ്ടാവണം. യഥാർത്ഥത്തിൽ ഒരു പരലോകം ഉണ്ടാവണം. എന്താണ് അതിന്റെ യുക്തി എന്ന് പറയുന്നത്? നമ്മുടെ തൊട്ടയൽവാസിയുടെ വീട് രാത്രി തീപിടുത്തമുണ്ടായി എന്ന് വിചാരിക്കുക. ആ തീപിടുത്തത്തിൽ അവരുടെ നിലവിളി കേട്ട് പാതിരാത്രി നമ്മൾ എഴുന്നേറ്റ് അങ്ങോട്ടേക്ക് കടന്നു ചെല്ലുമ്പോൾ ആ വീട് കത്തിയാളുകയാണ്. നമ്മിൽ ഒരാൾ ആ വീട്ടിന്റെ വാതിൽ ചവിട്ടിപ്പൊളിച്ച്, നമ്മുടെ വീട്ടിൽ നമ്മളാണെന്ന് വിചാരിക്കുക, ആ വീടിന്റെ വാതിൽ ചവിട്ടിപ്പൊളിച്ച് അതിൻ്റെ ഉള്ളിൽ കത്തിയമർന്നുകൊണ്ടിരിക്കുന്ന ആളുകളെ പുറത്തേക്ക് വലിച്ചിട്ട് അവരെയൊക്കെ രക്ഷിക്കുന്നതിൻ്റെ ഇടയിൽ ധാരാളക്കണക്കിന് ആളുകൾ ഈ ശബ്ദകോലാഹലങ്ങൾ കേട്ട് ഓടി വരികയാണ്. ഇവരെല്ലാം എടുത്ത് ഇവരെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി. ഈ സമയത്ത്
ആ വീട്ടിലുള്ള മുഴുവൻ ആളുകളെയും പുറത്തേക്കിടാൻ വേണ്ടി പ്രയത്നിച്ച ഈ വ്യക്തി അവസാനം തീപ്പൊള്ളലേറ്റ് ഏതാനും ദിവസം ഹോസ്പിറ്റലിൽ കിടന്ന് അദ്ദേഹം മരണപ്പെടുകയാണ്. ഈ മരണപ്പെട്ട വ്യക്തിയെ നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ. അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അയാൾ ചെയ്തത് എത്രമാത്രം നല്ല നന്മയായിരുന്നു. 4, 5, 6 ഒക്കെ ആളുകൾ ആ വീട്ടിന്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് രക്ഷപ്പെടുത്തി ഇദ്ദേഹത്തിന് ഇനി എന്താണ് ഇവിടെ വെച്ച് കൊടുക്കാൻ കഴിയുക? എന്താണ് അദ്ദേഹത്തിന് എന്ത് സ്നേഹാദരം കൊടുക്കാൻ കഴിയും? ഒരുപക്ഷെ അദ്ദേഹത്തിന് വേണ്ടി എല്ലാവരും, ആ നാട്ടുകാരും മുഴുവൻ ഒരുമിച്ചിരുന്ന് അയാൾക്ക് വേണ്ടി അയാളുടെ നന്മകൾ പറഞ്ഞ് അയാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. അതിൻ്റെ അപ്പുറത്ത് അയാൾക്കൊന്നും ഇവിടെ ചെയ്തു കൊടുക്കാൻ കഴിയില്ല. ഇവിടെയാണ് നമ്മുടെ ബുദ്ധി പറയുന്നു, അയാൾക്ക് ആ ചെയ്ത നന്മകൾക്കുള്ള പ്രതിഫലം കിട്ടണം. ആ കിട്ടേണ്ടുന്ന ലോകം യഥാർത്ഥത്തിൽ ഏതാണ്? ആ കിട്ടേണ്ടുന്ന ലോകമാണ് പരലോകം. ആ പരലോകത്തെ കുറിച്ചുള്ള ചിന്തയാണ് നമ്മുടെ വിശ്വാസത്തെ ഊട്ടിയുറപ്പിച്ചാൽ രണ്ടാമതായിട്ട് നമുക്കുണ്ടാവേണ്ടത്. നമ്മൾ ഈ ദുനിയാവിൽ നിന്ന് മരണപ്പെട്ടാൽ നമ്മൾ ഇന്ന് ഭൂമിക്ക് മുകളിലാണ് നമ്മളുള്ളത്. ഭൂമിക്ക് മുകളിലുള്ള നമ്മൾ നാളെ ഒരു പക്ഷേ ഭൂമിക്കടിയിലേക്ക് നമ്മളെ കൊണ്ടാക്കുകയാണ്. നമ്മൾ ഭൂമിക്കടിയിലേക്ക് പോവുകയാണ്. പോകാൻ ആഗ്രഹിക്കുന്നില്ലെങ്കിലും അങ്ങോട്ടേക്ക് കൊണ്ടുപോകും. അതാണ് ഖുർആൻ പറഞ്ഞത്, നാളെ പരലോകത്ത് നമുക്ക് കിട്ടാനുള്ളത് പരിപൂർണമായിട്ട് ലഭിക്കുന്ന ലോകം. വിശുദ്ധ ഖുർആനിന്റെ ആയത്ത് ഇങ്ങനെയാണ്. വിശുദ്ധ ഖുർആൻ സൂറത്തുൽ അലക്കിലൂടെ തുടക്കം കുറിച്ചു. ഒന്നാമത്തെ സൂറ ഏതായിരുന്നു? ജബലുന്നൂർ എന്ന് പറയുന്ന ഹിറാ ഗുഹക്കുള്ളിൽ ആദ്യമായിട്ട് അവതരിച്ചത് ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ് ഖലഖൽ ഇൻസാന മിൻ അലഖ് ഇഖ്റ വറബ്ബുക്കൽ അക്രം അല്ലദീ അല്ലമ ബിൽ ഖലം അല്ലമൽ ഇൻസാന മാ ലം യഅലം എന്ന് തുടങ്ങിയ ആയത്തുകളിലൂടെ വിശുദ്ധ ഖുർആനിന്റെ തുടക്കം കുറിക്കുകയാണ്. ആ തുടക്കം കുറിച്ച് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം 23 വർഷക്കാലത്തെ ദഅവത്തുമായി കടന്നു പോവുകയാണ്. മക്കയിലും മദീനയിലുമായിട്ട് 13 വർഷം മക്കയിലും 10 വർഷം മദീനത്തും ആ പ്രവാചകത്വം പൂർത്തിയാകുന്ന മുറക്ക് അവസാനമായിട്ട് അവതരിച്ച ആയത്ത് ഇതായിരുന്നു. വിശുദ്ധ ഖുർആൻ സൂറത്തുൽ ബഖറയിലെ ഒരു സൂക്തമാണ്. വത്തഖൂ യൗമൻ തുർജഊന ഫീഹി ഇലല്ലാഹ് സുമ്മ തുവഫാ കുല്ലു നഫ്സിൻ മാ കസബത് വഹും ലാ യുളമൂൻ. നിങ്ങളൊരു ദിവസത്തെ സൂക്ഷിക്കണം. എന്താണ് ആ ദിവസത്തിന്റെ പ്രത്യേകത? തുർജഊന ഫീഹി ഇലല്ലാഹ്, അല്ലാഹുവിലേക്ക് നിങ്ങൾ മടക്കപ്പെടുകയാണ്, അവനിലേക്ക് നിങ്ങൾ തിരിച്ചു വിളിക്കപ്പെടുകയാണ്. ആ തിരിച്ചു വിളിക്കപ്പെടുന്ന സമയത്ത് സുമ്മ തുവഫാ കുല്ലു നഫ്സിൻ മാ കസബത് വഹും ലാ യുളമൂൻ, എല്ലാവരും ചെയ്ത പ്രവർത്തനങ്ങൾ പരിപൂർണമായിട്ട് നൽകപ്പെടുന്ന ദിവസമാണത്. ഒന്നും അണു ലേശം പോലും കുറയുകയില്ല, ഒരൽപ്പം പോലും കുറയാത്ത വിധം പരിപൂർണമായിട്ട് നൽകപ്പെടുന്ന ഒരു ലോകം, അത് പരലോകമാണ്. ആ ദിവസത്തെ നിങ്ങൾ സൂക്ഷിക്കണമെന്ന് ഖുർആൻ നമുക്ക് പറഞ്ഞു തരിക. നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ സന്ദർഭങ്ങളും ഓരോ സെക്കൻഡുകളും ഇത്തരത്തിലുള്ള വിചാരങ്ങൾ നമുക്കുണ്ടാവണം, ഇത്തരത്തിലുള്ള ആലോചനകൾ നമുക്കുണ്ടാവണം. അള്ളാഹു നമുക്ക് നൽകിയ നിഅമത്തുകളെ കുറിച്ച് നിരന്തരമായിട്ട് നമ്മൾ ഓർത്തുകൊണ്ടിരിക്കണം. അള്ളാഹു ധാരാളക്കണക്കിന് അനുഗ്രഹങ്ങൾ നമുക്ക് നൽകി. നമ്മൾ ആലോചിച്ച് നോക്കും, നമ്മുടെ ശരീരം മാത്രം നമ്മൾ പരിശോധിക്കുക. നമ്മുടെ ശരീരത്തിൽ ഏതാണ്ട് 78ഓളം അവയവങ്ങളുണ്ട്. നമ്മുടെ ശരീരത്തിൻ്റെ ഓരോരോ ഭാഗങ്ങളിൽ അതിലേറ്റവും മർമ്മപ്രധാനമായ 5 എണ്ണമുണ്ട്. ഈ 5 എണ്ണത്തെക്കുറിച്ച് നമ്മൾ ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? നമ്മുടെ തലച്ചോറും നമ്മുടെ ഹൃദയവും നമ്മുടെ വൃക്കയും നമ്മുടെ കരളും നമ്മുടെ ശ്വാസകോശവും ഇതിലേതെങ്കിലും, ഇത് ഏറ്റവും പ്രധാനമാണ്. ജീവൻ നിലനിൽക്കാൻ ഈ 5 എണ്ണം അത്യന്താപേക്ഷിതമാണ്. ഇതിലേതെങ്കിലും ഒന്ന് തകരാറായി കഴിഞ്ഞാൽ നമുക്ക് ഒരിക്കലും പിടിച്ചെടുക്കാൻ കഴിയില്ല. ഈ അനുഗ്രഹങ്ങൾ ഇവിടുന്ന് അങ്ങോട്ട് തുടങ്ങി പിന്നെ കാഴ്ചയും കേൾവിയും നമ്മുടെ കൈകാലുകളും നമുക്ക് ചിന്തിക്കുവാനുള്ള ബുദ്ധിയും അവിടുന്ന് അങ്ങനെ തുടങ്ങി വായുവും വെള്ളവും എല്ലാം ഒരുക്കി തന്ന ഒരു സ്രഷ്ടാവ്. ആ സ്രഷ്ടാവിനെ കുറിച്ച് നമ്മൾ ആലോചിച്ച് നോക്കൂ. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ചിന്തിക്കാത്തൊരു സാഹചര്യം ഉണ്ടായാൽ അതിനേക്കാൾ വലിയ നഷ്ടം എന്താണ്? നമ്മൾ വളർത്തി എല്ലാം കൊടുത്ത് അധ്വാനിച്ച് നമ്മുടെ സംരക്ഷണത്തിൽ വളർന്നുകൊണ്ടിരിക്കുന്ന മക്കള്, അവരൊരു സന്ദർഭത്തിൽ നമ്മൾ അവരെ വിളിച്ചിട്ട് അവർ കേൾക്കാതെ വന്നാൽ, അവർ നമുക്ക് എതിര് പറഞ്ഞാൽ അവരോടുള്ള മാനസികാവസ്ഥ നമുക്ക് എന്തായിരിക്കും? അവരോടുള്ള നമ്മുടെ മനസ്സിലെ ഒരു ചിന്ത നമുക്ക് എന്തായിരിക്കും? എങ്കിൽ നമ്മൾ ആലോചിച്ച് നോക്കി, ഇതൊക്കെ നൽകിയ സ്രഷ്ടാവ്, ആ സ്രഷ്ടാവിനെ കുറിച്ച് ചിന്തിക്കാതെ ഓർക്കാതെ നമുക്ക് കടന്നു പോകാൻ കഴിയും? എല്ലാ സമയത്തും അവനോടുള്ള ശുക്ർ. അതാണ് ഖുർആൻ പറഞ്ഞത്, ഖുൽ ഹുവല്ലദീ അൻശഅകും വജഅല ലക്കുമുസ് സമഅ വൽ അബ്സാർ ഖലീലം മാ തശ്കുറൂൻ. അവൻ നിങ്ങളെ സൃഷ്ടിച്ചുണ്ടാക്കി, എന്നിട്ട് നിങ്ങൾക്ക് കേൾവിയും കാഴ്ചയും എല്ലാം ചിന്തയും ഒക്കെ നൽകി.
എന്നിട്ട് മനുഷ്യരെ നിങ്ങൾ കുറച്ച് മാത്രമാണ് നന്ദി കാണിക്കുന്നത്. അള്ളാഹുവിനെ കുറിച്ചുള്ള സ്മരണയും അവനെക്കുറിച്ചുള്ള ഓർമ്മയും എല്ലാം നമ്മുടെ മനസ്സിൽ നിന്ന് അപ്രത്യക്ഷമായി കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ മനസ്സിൽ നിന്നത് ഇല്ലാതായിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെയാണ് അള്ളാഹു നൽകിയ ഓരോ നിഅമത്തുകളും ഓരോ സെക്കൻഡിലും നമ്മൾ സ്മരിച്ചു കൊണ്ടിരിക്കേണ്ടത്. ഇപ്പൊ നമ്മുടെ നാട്ടിലുള്ള ഒരാളുടെ കിഡ്നി, 2 കിഡ്നിയാണുള്ളത്. ഒന്ന് നഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുക, ഒന്ന് ഫെയിലായി എന്ന് വിചാരിക്കുക. അപ്പൊ അദ്ദേഹത്തിന്റെ ആ കിഡ്നി എന്ന് പറയുന്നത് എ നെഗറ്റീവാണ്. അത് കിട്ടണമെങ്കിൽ റയർ കേസാണ്, കിട്ടാൻ വളരെ പ്രയാസമാണ്. ഒരുപാട് അന്വേഷിച്ച് അവസാനം ഇവിടെ ഒന്നും കിട്ടാതെ വന്നപ്പോൾ അദ്ദേഹം ഒരു പരസ്യം കൊടുത്തു പത്രത്തിൽ, ഫോൺ നമ്പർ, കോണ്ടാക്ട് നമ്പർ കൊടുത്തു. അങ്ങനെ തിരുവനന്തപുരത്തുള്ള ഒരാൾ ഇത് കാണുകയും അദ്ദേഹം അതിന് റീപ്ലൈ കൊടുക്കുകയും ചെയ്തു. അദ്ദേഹത്തെ വിളിച്ചിട്ട് പറഞ്ഞു, എന്റേത് എ നെഗറ്റീവാണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ ഒന്ന് വന്നു നോക്കാം. അപ്പൊ ഇദ്ദേഹത്തിന്റെ ചോദ്യം, നമ്മുടെ നാട്ടിലുള്ള ആർക്കാണ് ആവശ്യം? അദ്ദേഹം ചോദിച്ചു, എത്രയാണ് അതിന് ഞാൻ തരേണ്ടി വരിക, എത്ര പണം തരണം? നമ്മൾ ആലോചിച്ചു നോക്കൂ, ലക്ഷങ്ങളാണ് കൊടുക്കേണ്ടത്, ലക്ഷങ്ങളാണ്. കരളിനും കിഡ്നിക്കും അതിനൊക്കെ വില എത്രയാണ്, കണക്കാക്കാൻ കഴിയില്ല. അപ്പൊ ഇദ്ദേഹം ചോദിച്ചു, എത്രയാണ് ഞാൻ തരേണ്ടത്? അപ്പൊ ആ നാട്ടിലെ മനുഷ്യൻ പറഞ്ഞു, നിങ്ങളൊന്ന് വന്നിട്ട് ആദ്യം മാച്ചിങ് ടെസ്റ്റ് ചെയ്യണം, ഇത് മാച്ച് ആവണം. ഒരേ ഗ്രൂപ്പാണെങ്കിലും ചിലപ്പോൾ മാച്ച് ആയിക്കൊള്ളണമെന്നില്ല. നിങ്ങളൊന്ന് വന്ന് മാച്ചിങ് നടത്തിയിട്ട് എന്നിട്ട് നമുക്ക് പറയാം. അങ്ങനെ അദ്ദേഹം തിരുവനന്തപുരത്തേക്ക് യാത്ര ചെയ്തു. അദ്ദേഹവും കുടുംബവും ഭാര്യയും വേണ്ടപ്പെട്ട മക്കളും ഒക്കെ അവിടെ ചെന്ന് മാച്ചിങ് നടത്തിയപ്പോൾ അത് വളരെ ഫിറ്റ് ആയിട്ടുണ്ട്, വളരെ കറക്റ്റാണ്. ഈ സമയത്ത് വീണ്ടും ഇദ്ദേഹം ചോദിച്ചു, എത്ര തുകയാണ് ഞാൻ അതിന് തരേണ്ടത്, എത്രയാണ് ഞാൻ നിങ്ങൾക്ക് തരേണ്ടത്? അപ്പൊ അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ ഒന്നും തരേണ്ടതില്ല, ഒരു ജീവനല്ലേ, അതുകൊണ്ട് എനിക്കൊരു കിഡ്നി മതി, ഒന്ന് ഞാൻ നിങ്ങൾക്ക് നൽകാം ഫ്രീ ആയിട്ട്. അങ്ങനെ അതിൻ്റെ മറ്റ് കാര്യങ്ങളൊക്കെ നടത്തി സർജറിയുടെ ഡേറ്റ് നിശ്ചയിച്ചു. എല്ലാം നല്ല രൂപത്തിൽ പരിപൂർണമായിട്ടും ആ സർജറി വിജയിച്ചു. അദ്ദേഹം തിരിച്ചു വന്നു. നമ്മൾ ആലോചിക്കൂ, അങ്ങനെ തിരിച്ചു വന്ന് ഏതാനും ഒരു വർഷം പിന്നിടുമ്പോ ഒരു ദിവസം ഈ തിരുവനന്തപുരത്തുള്ള ഈ സഹോദരൻ, ഈ സുഹൃത്ത് ഇദ്ദേഹത്തെ വിളിക്കുന്നു. എന്താ വിളിച്ചിട്ട് പറയുന്നത്? നമ്മുടെ ഈ കാരക്കോട് താമസിക്കുന്ന ഒരാളാണെന്ന് സങ്കല്പിക്കുക. അദ്ദേഹം വിളിച്ചിട്ട് പറഞ്ഞു, ഞാൻ നാളെ രാത്രി പുലർച്ചെ 1 മണി സമയത്ത് ഞാൻ കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിൽ വന്നിറങ്ങും. എനിക്ക് അരീക്കോട് ഒരാളെ കാണാൻ വേണ്ടിയാണ്, അത്യാവശ്യത്തിന് വരികയാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് അവിടെ വരെ ഒന്ന് വരാൻ പറ്റുമോ? ഈ 1 മണി സമയത്ത് എന്നെ ഒന്ന് പിക്ക് ചെയ്യാൻ ഒരു വാഹനവുമായിട്ട് വരാൻ കഴിയുമോ എന്ന് ചോദിച്ചാൽ അദ്ദേഹം എന്താണ് പറയുക? എന്താണ് നിങ്ങൾ ഈ പറയുന്നത്? ഇത് ചോദിക്കാനുണ്ടോ? നിങ്ങൾ എന്നോട് ജസ്റ്റ് ഒന്ന് സൂചിപ്പിച്ചാൽ പോലെ ഞാൻ അതിന്റെ മുമ്പ് അവിടെ എത്തും. ഇദ്ദേഹം എല്ലാമായിട്ട് അദ്ദേഹത്തിന് വേണ്ട ഭക്ഷണം, അദ്ദേഹത്തിന് വേണ്ട വെള്ളം എല്ലാവുമായിട്ട് അവിടെ എത്തുകയാണ്. 1 മണിക്കിറങ്ങുന്ന അദ്ദേഹത്തെ സ്വീകരിക്കാൻ 12 മണിക്ക് അവിടെ എത്തി. ഇന്ന് ഇദ്ദേഹത്തിന് ഉറക്കമില്ല. അങ്ങനെ അദ്ദേഹത്തെ സ്വീകരിച്ചു. ഈ അരീക്കോട് കൊണ്ടുവന്ന് കാണേണ്ട ആളെ കണ്ട് പെട്ടെന്ന് അദ്ദേഹത്തിന് തിരിച്ചു പോകേണ്ടതുണ്ട്. വെളുപ്പിന് തന്നെ ട്രെയിനിന് തിരിച്ച് നാട്ടിലേക്ക് പോകണം. അദ്ദേഹത്തെ കൊണ്ടുപോയി വീണ്ടും യാത്രയാക്കി ആ മനുഷ്യൻ നാട്ടിലേക്ക് തിരിച്ചു വരുമ്പോൾ നമ്മൾ ആലോചിച്ചു, എന്തുകൊണ്ട് അദ്ദേഹം അത് ചെയ്തു? ആ ചോദ്യത്തിന്റെ ഉത്തരമാണ്, ഇദ്ദേഹത്തിനൊരു കിഡ്നി കൊടുത്ത ആളാണത്. നമ്മൾ ചിന്തിച്ചു നോക്കൂ. എങ്കിൽ നമ്മൾ അടിസ്ഥാനപരമായിട്ട് ആഴത്തിൽ ചിന്തിക്കുമ്പോൾ നമുക്ക് 2 കിഡ്നി തന്ന ഒരു അല്ലാഹു ഉണ്ട്. അദ്ദേഹത്തിന് ആ 2 കിഡ്നിയിൽ നിന്ന് 1 നമുക്ക് തന്നപ്പോൾ ആ 2ഉം കൊടുത്തത് അല്ലാഹു ആണ്. ആ അല്ലാഹു എത്ര തവണയാണ് നമ്മളെ വിളിച്ചത്, എപ്പോഴൊക്കെയാണ് നമ്മളെ വിളിച്ചത്? പക്ഷെ അവിടെയൊന്നും നമ്മുടെ പങ്കാളിത്തം കുറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. കുറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാലത്താണ്. ഏറ്റവും ചുരുങ്ങിയത് സുബഹിയുടെ സമയത്ത് പള്ളിയിൽ നിന്ന് അല്ലാഹു നമ്മളെ വിളിക്കുന്നു. ഇതൊക്കെ നൽകിയ, നിങ്ങൾക്ക് വൃക്ക നൽകിയ, നിങ്ങൾക്ക് കരൾ നൽകിയ, ഹൃദയം നൽകിയ, എല്ലാം നൽകിയ അല്ലാഹു നമ്മളെ വിളിക്കുമ്പോൾ നമ്മൾ അതൊക്കെ മറന്നുപോയിക്കൊണ്ടിരിക്കുന്നു. അതുകൊണ്ടാണ് വിശുദ്ധ ഖുർആൻ ധാരാളക്കണക്കിന് അത്തരത്തിലുള്ള നമ്മുടെ പ്രവർത്തനങ്ങളെ മനുഷ്യരുടേത് വിശദീകരിച്ചപ്പോൾ അല്ലാഹുവിനോട് കാണിക്കുന്ന ഏറ്റവും വലിയ നന്ദികേട് വിശദീകരിച്ചിടത്ത് ഖുർആൻ പറഞ്ഞൊരായത്ത് ഇങ്ങനെയാണ്, വമന്ന അറല അൻ ദിക്രി ഫഇന്ന ലഹു മഈശത്തൻ ലങ്കാ വനഹ്ശറുഹു യൗമൽ ഖിയാമത്തി അഅ്മാ വമന്ന അറല അൻ ദിക്രി ഫഇന്ന ലഹു മഈശത്തൻ ലങ്കാ. ആരെങ്കിലും എൻ്റെ മുമ്പിൽ എന്നോട് നന്ദി കാണിക്കുന്ന ഇടത്തു നിന്ന് തിരിഞ്ഞു കളഞ്ഞാൽ, എന്റെ സ്മരണയിൽ നിന്ന് തിരിഞ്ഞു കളഞ്ഞാൽ, ഫഇന്ന ലഹു മഈശത്തൻ ലങ്കാ, അവന് ഇടുങ്ങിയ ഒരു ജീവിതമാണ് നമ്മൾ നൽകുക, അവന് കുടുസായിട്ടുള്ളൊരു ജീവിതമാണ് നമ്മൾ നൽകുക. എന്നിട്ട് ഖുർആൻ പറയുകയാണ്, വനഹ്ശുറുഹു യൗമൽ ഖിയാമത്തി അഅ്മാ,
അന്ന് നാളെ പരലോകത്ത് അവരെ അന്ധന്മാരായിട്ട് ഒരുമിച്ച് കൂട്ടും. അന്ധനായിട്ടാണ് ഒരുമിച്ച് കൂട്ടുക. ഈ സമയത്ത് മനുഷ്യൻ നമ്മൾ ചോദിക്കും അല്ലാഹുവിനോട്. ആ അന്ധതയുടെ മുമ്പിൽ നമ്മുടെ ഒരു ചോദ്യമുണ്ട്, പടച്ചവനെ. എന്താണ് ആ ചോദ്യം? ഖാല റബ്ബി ലിമ ഹശർതനി അഅമ. പടച്ചവനെ, എന്തിനാണ് എന്നെ അന്ധനായിട്ട് ഒരുമിച്ച് കൂട്ടിയത്? എന്നെ എന്തിനാണ് അന്ധനായിട്ട്, കണ്ണ് കാണാത്തവനായിട്ട് ഒരുമിച്ച് കൂട്ടിയത്? വഖദ് കുന്തു ബസീറ. ഞാനന്ന് കാഴ്ചയുള്ളവനായിരുന്നു. എനിക്കന്ന് കാഴ്ചയുണ്ടായിരുന്നല്ലോ, 2 കണ്ണിനും യാതൊരു തകരാറും ഉണ്ടായിരുന്നില്ല. ഇപ്പൊ ഞാൻ എങ്ങനെ അന്ധനായി എന്ന് ചോദിക്കുമ്പോ അള്ളാഹു പറയും ഖാല കദാലിക അതത്ക ആയാതുന. നമ്മുടെ ആയത്തുകൾ നിന്റെ മുമ്പിലേക്ക് വന്നിരുന്നു. ആ സമയത്ത് നീ അത് മറന്നുപോയി. വകദാലികൽ യൗമ തുൻസ. എന്ന് നീയും ഇവിടെ വിസ്മരിക്കപ്പെട്ടു, മറക്കപ്പെട്ടു എന്ന് നാളെ പരലോകത്ത് വെച്ച് അള്ളാഹു നമ്മളോട് പറയുമെന്നുള്ളത് ഖുർആൻ നമ്മളെ ബോധ്യപ്പെടുത്തുന്ന ഒരു സംഗതിയാണ്. നമ്മെ സംബന്ധിച്ചിടത്തോളം ഈ ദുനിയാവിന്റെ അപ്പുറത്ത് ഒരു പരലോകം വരാനിരിക്കുന്നുണ്ട്. ഒരു പരലോകമുണ്ട്. ആ പരലോകത്തേക്കുള്ള ഒരുക്കങ്ങളായിരിക്കണം ഓരോ സന്ദർഭത്തിലും നമ്മൾ ഉണ്ടാക്കിയെടുക്കേണ്ടത്. അതുകൊണ്ടാണ് ഈ ദുനിയാവിൽ എപ്പോഴാണോ അള്ളാഹുവിന്റെ തീരുമാനം നിശ്ചയം, ആ സമയമെത്തുമ്പോൾ നമ്മൾ മരിക്കും. അതുകൊണ്ടാണ് അലി റളിയല്ലാഹു അൻഹു ഒരിക്കൽ പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മരണപ്പെട്ടു. ഏതാനും മാസം കഴിയുമ്പത്തേന് പ്രിയതമ ഫാത്തിമ റളിയല്ലാഹു അൻഹയും മരണപ്പെട്ടു. ഈ സമയത്ത് വളരെ സങ്കടത്തോടുകൂടി അലി റളിയല്ലാഹു അൻഹു പറഞ്ഞൊരു വർത്തമാനമുണ്ട്. എനിക്കൊരു കാര്യം ബോധ്യമായി. ഈ ദുനിയാവിൽ ഒരാളും ബാക്കിയാവില്ലെന്ന ഒരു യാഥാർത്ഥ്യം എനിക്ക് ഇപ്പൊ മനസ്സിലായി, ബോധ്യപ്പെട്ടു. അങ്ങനെ ബാക്കിയാകുമായിരുന്നെങ്കിൽ പ്രിയപ്പെട്ട പ്രവാചകൻ ബാക്കിയാകുമായിരുന്നു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വിട പറഞ്ഞു. എന്റെ പ്രിയതമ വിട പറഞ്ഞു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ പ്രിയ മരുമകൻ, അവിടുത്തെ പിതൃവ്യപുത്രൻ വളരെ സങ്കടത്തോടു കൂടിയാണ് ഈ വർത്തമാനം പറഞ്ഞത്. നമ്മൾ ചിന്തിക്കുമ്പോൾ, ആലോചിക്കുമ്പോൾ മുൻഗാമികളായിട്ടുള്ള ആളുകളുടെയൊക്കെ പ്രയത്നം വളരെ പരിശ്രമകരമായിരുന്നു. അവരുടെ പ്രയത്നങ്ങൾ ഏറ്റവും ത്യാഗത്തിലൂടെ നമ്മൾ സ്മരിക്കാവുന്ന അത്തരം ചരിത്രങ്ങളായിരുന്നു. നോക്കൂ, സഹാബിവര്യന്മാരുടെയൊക്കെ ജീവിതം. അവരൊക്കെ എല്ലാ സമയത്തും ഈ ഓർമ്മയിൽ. നമ്മളും അവരും തമ്മിലുള്ള അന്തരം എത്രയാണ്! അവര് സാമ്പത്തികമായിട്ട് വളരെ പിന്നോക്കാവസ്ഥയിലായിരുന്നു. അധികം ആളുകളും ദരിദ്രരായിരുന്നു. അവർക്ക് പല നിലക്കും കൂടുതൽ കുടുംബങ്ങളുണ്ടായിരുന്നു, മക്കൾ കൂടുതലുണ്ടായിരുന്നു, ഭാര്യമാരധികം ഉണ്ടായിരുന്നു. എന്നാൽ സാമ്പത്തികമായി പിന്നിലുമായിരുന്നു. എന്നാൽ നമ്മുടെ അവസ്ഥ ആലോചിച്ച് നോക്കൂ. നമ്മൾ മക്കൾ കുറവാണ്, കുടുംബം നമുക്ക് ഒതുങ്ങാവുന്നതിൽ മാത്രമാണ്. സാമ്പത്തികമായിട്ട് എത്രയോ ഉന്നതിയിലായിരിക്കും നമ്മളൊക്കെ നിൽക്കുന്നത്. എന്നിട്ടും അവരിൽ നിന്ന് എത്രയോ പിറകിലാണ് നമ്മൾ. അവർക്കൊരുപാട് പ്രാരാബ്ദങ്ങൾ ഉണ്ടായിട്ടും നന്മയുടെ വിഷയത്തിൽ എത്രയോ മുന്നേറി പരിശ്രമിച്ച് അവർ വിശുദ്ധ ഖുർആൻ പറഞ്ഞതുപോലെ വസാരിഉ ഇലാ മഗ്ഫിറത്തിൻ മിർ റബ്ബിക്കും വജന്നത്തിൻ അർളുഹസ് സമാവാതു വൽ അർള് ഉഇദ്ദത്ത് ലിൽ മുത്തഖീൻ. ഖുർആനിന്റെ ഒരു പ്രഖ്യാപനമാണ്. വസാരിഉ ഇലാ മഗ്ഫിറത്തിൻ മിർ റബ്ബിക്കും വജന്നത്തിൻ അർളുഹസ് സമാവാതു വൽ അർള് ഉഇദ്ദത്ത് ലിൽ മുത്തഖീൻ. നിങ്ങൾ മത്സരിക്കേണ്ടതോ, നിങ്ങൾ കഠിനാധ്വാനം ചെയ്യേണ്ടതോ, നിങ്ങൾ പ്രയാസപ്പെടേണ്ടത്, നിങ്ങളുടെ സമയം ചെലവഴിക്കേണ്ടത്, നിങ്ങളുടെ സമ്പത്ത് നിങ്ങൾ മാറ്റിവെക്കേണ്ടത് അള്ളാഹുവിന്റെ സ്വർഗത്തിന് വേണ്ടിയും ആ സ്വർഗം കിട്ടാൻ പാകപ്പെടുത്താവുന്ന പാപമോചനത്തിന് വേണ്ടിയുമാകണം. ഉഇദ്ദത്ത് ലിൽ മുത്തഖീൻ. അത് മുത്തഖികൾക്ക്, അള്ളാഹുവിൽ തഖ്വയുള്ളവർക്ക് വേണ്ടി അള്ളാഹു ഒരുക്കി വച്ചിരിക്കുന്ന സ്വർഗമാണ്. ആ സ്വർഗത്തിനുള്ള പരിശ്രമം നടത്തണമെന്ന് പറയുമ്പോൾ സഹാബിവര്യന്മാരൊക്കെ എത്രമാത്രം മുന്നണിയിൽ നിന്നുകൊണ്ടായിരുന്നു അവർ ആ വാക്കുകൾ സ്വീകരിച്ചത് എന്നുള്ളത് ചരിത്രം പരിശോധിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയും. അപ്പൊ നമ്മുടെ ജീവിതത്തിന്റെ ലക്ഷ്യം ഈ ദുനിയാവിൽ അള്ളാഹു നൽകിയ മുഴുവൻ നിഅമത്തുകളും ഉപയോഗപ്പെടുത്തുന്നതോടൊപ്പം അതുവഴി നാളെ പരലോകത്ത് ജയിക്കുക എന്നതാണ്. ഇപ്പൊ ദുനിയാവിൽ ജയിക്കാൻ ഒരാളും നമുക്ക് ആരും പറഞ്ഞു തരണ്ട. ദുനിയാവിൽ ജയിക്കാവുന്ന കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് എല്ലാവർക്കും അറിയാം. അറിയില്ലെങ്കിൽ നമ്മൾ ചോദിച്ച് മനസ്സിലാക്കും. എങ്കിൽ പരലോകത്ത് ജയിക്കണമെങ്കിൽ അത് കൃത്യമായിട്ട് നമുക്ക് അറിഞ്ഞേ പറ്റൂ. അത് പഠിപ്പിക്കാനാണ് പ്രവാചകന്മാർ കടന്നു വന്നത്. അത് പഠിപ്പിക്കാനാണ് വേദഗ്രന്ഥങ്ങൾ കാലാകാലങ്ങളിലൂടെ കടന്നു വന്നത്. എല്ലാത്തിനും ലക്ഷ്യമുണ്ട്. എല്ലാ വസ്തുക്കൾക്കും അതിൻ്റെ ലക്ഷ്യമുണ്ട്. ഇവിടെ മണ്ണിനും ചെടിക്കും എല്ലാത്തിനും മരങ്ങൾക്കുമൊക്കെ അതിൻ്റെതായ ലക്ഷ്യമുണ്ട്. ഇപ്പൊ ഒരു ക്ലോക്ക് നമ്മൾ പരിശോധിക്കുമ്പോൾ ആ ക്ലോക്കിന്റെ ഓരോ സൂചികൾക്കും ലക്ഷ്യമുണ്ട്.
അതിനൊക്കെ ഒരു നിമിത്തവും യോഗവുമുണ്ട്. ഇപ്പൊ അതിന്റെ സെക്കൻഡ് സൂചിക്ക് ലക്ഷ്യമുണ്ട്, മിനിറ്റ് സൂചിക്കും മണിക്കൂർ സൂചിക്കും ലക്ഷ്യമുണ്ട്. എന്നാൽ ആ ലക്ഷ്യം എന്താണ് എന്ന് ആ സൂചികൾക്കറിയുകയില്ല. അത് രൂപകൽപ്പന ചെയ്ത് അത് നിർമ്മിച്ച നിർമ്മാതാവിനറിയാം. ഇതുപോലെയാണ് നമ്മുടെ ലക്ഷ്യം. ഒരുപക്ഷെ സ്വന്തമായിട്ട് നമുക്ക് അറിഞ്ഞുകൊള്ളണമെന്നില്ല. എങ്കിൽ നമ്മളെ സൃഷ്ടിച്ച സൃഷ്ടാവിന് നമ്മുടെ ജീവിതത്തിന്റെ ആത്യന്തികമായ ലക്ഷ്യം എന്താണ് എന്ന് വളരെ കൃത്യമായിട്ട് അറിയും. ആ അറിവാണ് യഥാർത്ഥത്തിൽ നമുക്ക് പകർന്നു തന്നിരിക്കുന്നത്. ഈ പകർന്നു തന്ന അറിവിനെ എങ്ങനെയാണ് നമ്മൾ സ്വീകരിക്കുന്നത് എന്ന ചോദ്യമാണ് നിരന്തരമായിട്ട് നമ്മൾ ചോദിക്കേണ്ടത്. നമ്മൾ ജീവിക്കുന്ന ദുനിയാവെന്ന് പറയുന്നത് എല്ലാ നിലക്കും പലപ്പോഴും നമ്മളെ തിന്മകളിലേക്ക് മാടി വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. നേരത്തെയുള്ള സംസാരത്തിലൊക്കെ നമ്മൾ കേട്ടു പലതും. പലപ്പോഴും നമ്മൾ കാണുന്നത് അത് തിന്മയാണ്, നമ്മൾ കേൾക്കുന്നത് തിന്മയാണ്, നമ്മുടെ മനസ്സുകൊണ്ട് ചിന്തിക്കുന്നത്. നമ്മൾ ഒറ്റയ്ക്കിരുന്ന് കണ്ട ഒരു കാര്യം പിന്നെ നമ്മൾ കുറച്ച് കഴിയുമ്പോൾ നമ്മുടെ മനസ്സ് പറയും അത് കാണരുതായിരുന്നു. നമ്മൾ കേട്ട ഒരു കാര്യം കുറച്ച് കഴിയുമ്പോൾ നമ്മുടെ മനസ്സ് പറയും അത് കേൾക്കരുതായിരുന്നു. നമ്മുടെ മനസ്സിൽ ചിന്തിച്ച ഒരു കാര്യം പിന്നെ ഏകാഗ്രതയിൽ നമ്മൾ ഇരിക്കുമ്പോൾ പറയും അത് ചിന്തിക്കരുതായിരുന്നു. എന്ന് പറഞ്ഞാൽ എവിടെയും തിന്മകൾ മാത്രമുള്ള ഒരു ലോകത്ത് നമ്മൾ എന്തൊക്കെയാണ് നമ്മൾ ചിന്തിക്കുന്നത്. നമ്മുടെ മനസ്സിനെയൊക്കെ വേദനിപ്പിക്കുന്ന വലിയ വലിയ ദുരന്തങ്ങൾ, അത്തരത്തിലുള്ള തിന്മകളാണ് നമ്മുടെ ചുറ്റുഭാഗങ്ങളിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇന്നലെയൊക്കെ നമ്മൾ വായിച്ചൊരു വാർത്തയുണ്ട്. എന്താണ് ആ വാർത്ത? ഒരുപക്ഷെ ഇവിടെ പ്രതിപാദിച്ചോ എന്നറിയില്ല. ഒരു ചെറുപ്പക്കാരൻ, ഒരു 19 വയസ്സിന്റെ താഴെയുള്ള ഒരാളെയും അവരുടെ അമ്മയെയും ദാരുണമായി കൊന്നുകളഞ്ഞു. നമ്മൾ ആലോചിച്ചു, അതിന്റെ മുമ്പ് അദ്ദേഹത്തിന്റെ ഭാര്യയെ കൊന്നുകളഞ്ഞു. എന്തുകൊണ്ട്? ചില മനസ്സിൽ കടന്നു വരുന്ന ചില അത്തരത്തിലുള്ള ചിന്തകളും ആ നിലക്കുള്ള ചില മാനസികാവസ്ഥയും ഒക്കെ ഇത്തരം അപകടങ്ങളിലേക്ക് മനുഷ്യൻ കടന്നു പോകുമ്പോൾ, അപകടാവസ്ഥയിലേക്ക് മനുഷ്യൻ കടന്നു പോകുമ്പോൾ എല്ലാ നിലക്കും നമ്മളെ സങ്കടപ്പെടുത്തുന്ന ദാരുണമായ ഒരു ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. ഇവിടെയാണ് ദൈവികമായ നിർദ്ദേശങ്ങൾ, ഇവിടെയാണ് അള്ളാഹുവിന്റെ കൽപ്പനകൾ, താക്കീതുകൾ, അവന്റെ മുന്നറിയിപ്പുകൾ, ആ നരകത്തെക്കുറിച്ചുള്ള ആലോചനകൾ നിരന്തരമായിട്ട് നമ്മൾ ഉണ്ടാക്കിയെടുക്കേണ്ടത്. അങ്ങനെ ഉണ്ടാക്കിയെടുക്കുമ്പോൾ വലിയ മാറ്റങ്ങൾ നമുക്ക് ജീവിതത്തിൽ വരുത്താൻ കഴിയും. നമ്മൾ, നമ്മുടെ കുടുംബവും, നമ്മുടെ പ്രിയപ്പെട്ടവരും, അയൽവാസികളും എല്ലാം നന്മയിലാവണം. അവരൊക്കെ നന്മയുടെ വക്താക്കളായിട്ട് മാറണമെന്നുള്ളത് നമ്മുടെ ഒരു അഭിനിവേശമായി മാറണം, നമ്മുടെ മനസ്സിന്റെ ഒരു താല്പര്യമായിട്ട് മാറണം. അതാണ് ഖുർആൻ ധാരാളം സ്ഥലങ്ങളിൽ നമ്മളെ ഉണർത്തിയെടുത്ത് ഈ താല്പര്യത്തെക്കുറിച്ച് പറഞ്ഞത്. നിങ്ങൾ ഒരിക്കലും അള്ളാഹുവിനോട് നന്ദി കെട്ടവരാവരുത്. വിശുദ്ധ ഖുർആൻ നമുക്ക് വേണ്ടി അതിന് പരിചയപ്പെടുത്തിയത് ഒരു ജീവിയെയാണ്. നമുക്കെല്ലാവർക്കും പരിചയമുള്ളൊരു സൂറത്തുൽ ആദിയാത്ത്. സൂറത്തുൽ ആദിയാത്തിലൂടെ അള്ളാഹു പറയാണ്, മനുഷ്യന്റെ ധിക്കാരപരമായ പ്രവർത്തനങ്ങളെ അള്ളാഹു ഉപമിച്ചിട്ട് നമുക്കവിടെ ഒരു ജീവിയെ പരിചയപ്പെടുത്തിയിട്ട്, ഒരു കുതിരയെ പരിചയപ്പെടുത്തിയിട്ട് അതിൻ്റെ അടുത്ത് പോലും മനുഷ്യ നീ എത്തുന്നില്ലല്ലോ. ഖുർആൻ അവിടെ പറയുന്നത് എന്താണ്? പ്രഭാതത്തിൽ തൻ്റെ യജമാനനെയും പുറത്തിരുത്തി അതിശീഘ്രം സഞ്ചരിക്കുന്ന, വേഗത്തിൽ സഞ്ചരിക്കുന്ന ഒരു കുതിരയെ കുറിച്ച്. ആ കുതിര ആ ഓട്ടത്തിന്റെ സ്പീഡിൽ അതിന്റെ കുളമ്പുകൾ കല്ലിലുരസി തീപ്പൊരി പാറിപ്പിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ശക്തമായ കിതച്ചോടിക്കൊണ്ടിരിക്കുന്ന ആ കുതിര തന്റെ ശത്രു സൈന്യത്തിലേക്ക്, ആ യജമാനൻ ഏതൊരു ശത്രുവിനെയാണോ നേരിടാൻ പോകുന്നത് ആ ശത്രുപാളയത്തിലേക്ക് എടുത്തു ചാടി ശക്തമായിട്ട് പോരാടുകയാണ്. എന്തിനാണത് പോരാടുന്നത്? ആ യജമാനൻ അതിന് കൊടുക്കുന്ന കുറച്ച് ഭക്ഷണമുണ്ട്, ആ യജമാനൻ അതിന് കൊടുക്കുന്ന കുറച്ച് വെള്ളമുണ്ട്, പുല്ലുണ്ട്, വൈക്കോലുണ്ട്. ആ വീട്ടിന്റെ മുറ്റത്തെവിടെയോ ഒരുക്കി കൊടുത്തിരിക്കുന്ന ഒരു താൽക്കാലികമായിട്ടുള്ളൊരു കൂടുണ്ട്. ഇതിന് പകരമായിട്ട് ഈ കുതിര ആ യജമാനനോട് കാണിക്കുന്ന ഒരു നന്ദിയും കടപ്പാടും. എന്നാൽ ഇത് പറഞ്ഞിട്ട് ഖുർആൻ പറയുന്നത്, ഇന്നൽ ഇൻസാന ലിറബ്ബിഹി ലകനൂദ്, മനുഷ്യൻ തന്റെ സ്രഷ്ടാവിനോട് നന്ദി കെട്ടവനാണ്, ഒരു കടപ്പാടുമില്ലാതെ മുന്നോട്ട് പോകുന്നവനാണ് എന്ന് വിശുദ്ധ ഖുർആൻ നമുക്ക് പറഞ്ഞു തരുമ്പോൾ, പ്രിയപ്പെട്ടവരെ, നമ്മുടെ മനസ്സിന്റെ ഉള്ളിൽ എല്ലാ സമയത്തും നമുക്കെല്ലാം നൽകിയ സ്രഷ്ടാവിനെ കുറിച്ചുള്ള ഓർമ്മയുണ്ടായിരിക്കണം, സ്രഷ്ടാവിനെ കുറിച്ചുള്ള ഓർമ്മയുണ്ടായിരിക്കണം. സഹാബത്തിന്റെ ജീവിതം അതിന് പാഠമാണ്, നമുക്കതിന് മാതൃകയാണ്, നമുക്കത് ആവേശം പകരുന്നതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയുടെ പ്രിയപ്പെട്ട പിതൃവ്യ പുത്രൻ നമുക്കറിയാം, ജഅഫർ ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു അബൂ ത്വാലിബിന്റെ പുത്രനായിരുന്നു, അലി റളിയല്ലാഹുവിന്റെ സഹോദരനായിരുന്നു. ചരിത്രത്തിൽ കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുഖത്തോട് സാദൃശ്യമുണ്ടായിരുന്ന ജാഫർ റളിയല്ലാഹു അൻഹു. ഈ ജാഫർ റളിയല്ലാഹു അൻഹു നുബുവത്തിന്റെ തുടക്കത്തിൽ
എത്തോപ്യയിലേക്ക്, അബസീനിയയിലേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹിജറ പറഞ്ഞയച്ച ആളുകളിൽ അതിന്റെ നേതാവായിരുന്നു ജാഫർ ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു. പിന്നെ അദ്ദേഹം ആ ഒരു യാത്ര പോയി പിന്നീട് മദീനത്തേക്ക് തിരിച്ചു വരുന്നത് 16 കൊല്ലം കഴിഞ്ഞിട്ടാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കണ്ടുമുട്ടുന്നത് വർഷങ്ങൾ കഴിഞ്ഞിട്ടാണ്. മക്കയിൽ നിന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബത്തും മദീനത്തേക്ക് ഹിജറ പോയി. അന്നൊക്കെ ജാഫർ റളിയല്ലാഹു അൻഹു എത്തോപ്യയിലാണ്, അബിസീനിയയിലാണ്. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിലെത്തി 1, 2, 3 വർഷം കഴിഞ്ഞപ്പോഴാണ് ഈ സഹാബി എത്തോപ്യയിൽ നിന്ന് മദീനത്തേക്ക് വരുന്നത്. ചരിത്രത്തിൽ കാണാൻ കഴിയും, ഖൈബർ വിജയിച്ച് ഖൈബറിൽ വിജയമുണ്ടായി മുസ്ലിങ്ങൾ തിരിച്ചു വരുന്ന സമയത്ത് തന്നെയായിരുന്നു ജാഫർ റളിയല്ലാഹു അൻഹുവും എത്തോപ്യയിൽ നിന്ന് മദീനത്തേക്ക് വരുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ജാഫർ റളിയല്ലാഹുവിന്റെ വരവാണോ അതല്ല, ഖൈബറിൽ മുസ്ലിങ്ങൾ വിജയിച്ചിട്ടുള്ള വരവാണോ എനിക്ക് സന്തോഷം നൽകിയത് എന്ന് പോലും എനിക്ക് പറയാൻ കഴിയാത്ത വിധം ജാഫർ റളിയല്ലാഹുവിന്റെ വരവ് വലിയ ആവേശമുണ്ടാക്കി. എന്ന് പറഞ്ഞാൽ വർഷങ്ങൾ കഴിഞ്ഞിട്ടാണ് നബിയെ കാണാൻ വരുന്നത്. ഞാൻ പറഞ്ഞു വരുന്നത്, ഈ സഹാബി അവിടെ എത്തി ഏതാനും മാസം കഴിയുമ്പത്തേന് ജോർദാനിന്റെ ഭാഗത്തേക്ക് ഒരു യുദ്ധത്തിന് വേണ്ടി മുസ്ലിങ്ങളെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞേക്കുമ്പോൾ ആ യുദ്ധത്തിൽ ജാഫർ റളിയല്ലാഹു അൻഹു ഉണ്ടായിരുന്നു. ജാഫർ റളിയല്ലാഹു അൻഹു പങ്കാളിയായി പോവുകയാണ്. അങ്ങനെ മുഅത്ത യുദ്ധത്തിൽ ആ യുദ്ധം കഴിഞ്ഞ് മുസ്ലിങ്ങൾ മടങ്ങി വരുമ്പോ പ്രധാനപ്പെട്ട പലരും ആ യുദ്ധത്തിൽ രക്തസാക്ഷികളായി. ആ കൂട്ടത്തിൽ ഒരാളായിരുന്നു ജാഫർ ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു. നമ്മൾ ആലോചിക്കൂ, അന്നൊക്കെ യുദ്ധം നടക്കുമ്പോൾ അവരെ യുദ്ധപാളയത്തിലേക്ക് യാത്രയാക്കുമായിരുന്നു നാട്ടുകാരും കുടുംബങ്ങളും. എന്ന് പറഞ്ഞാൽ അവരുടെ ആ മദീനയുടെ അതിർത്തി കടക്കുന്നിടത്ത് വരെ ഇവർ യാത്രയാക്കും. എന്നിട്ട് അവരെയൊക്കെ കെട്ടിപ്പിടിച്ച് മുത്തം കൊടുത്ത് യാത്ര പറഞ്ഞ്, ചിലര് പറയും, സഹാബത്തൊക്കെ പറയും, തിരിച്ചു വന്നാൽ നമുക്ക് കാണാം, തിരിച്ചു വരുമെന്ന് ഉറപ്പില്ല, അള്ളാഹുലേക്കുള്ള യാത്ര ഒരുപക്ഷേ ആ യുദ്ധത്തിൽ മടങ്ങുവാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ മുഅത്ത യുദ്ധം വിജയിച്ച് മുസ്ലിങ്ങൾ തിരിച്ചു വരുമ്പോ ജാഫർ ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു ആ മടക്കത്തിൽ ഉണ്ടായിരുന്നില്ല. ആ സമയത്ത് ചരിത്രത്തിൽ കാണാൻ കഴിയും, ഈ ജാഫർ ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിന്റെ ഭാര്യ അസ്മാ റളിയല്ലാഹു അൻഹ ഭർത്താവും ആളുകളൊക്കെ വരുന്നുണ്ടെന്ന ഒരു പ്രതീക്ഷയിൽ അവർക്ക് വേണ്ടി ഭക്ഷണമൊക്കെ പാകം ചെയ്യാനുള്ള മാവ് കുഴച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ സമയത്താണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ വീട്ടിലേക്ക് കയറി ചെല്ലുന്നത്. എന്തിനാ കയറി ചെല്ലുന്നത്? ഈ മരണവാർത്ത അറിയിക്കാൻ, ഈ മരണവാർത്ത പറഞ്ഞു കൊടുക്കാൻ. ഈ സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജാഫർ റളിയല്ലാഹുവിന്റെ വീട്ടിലെത്തിയപ്പോഴത്തേന് അദ്ദേഹത്തിന്റെ ചെറിയ 3 മക്കളുണ്ടായിരുന്നു. മുഹമ്മദും അബ്ദുള്ളയും ഔനും എന്ന് പറയുന്ന ചെറിയ 3 ആൺകുട്ടികൾ. ഇവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഈ വീടുമായിട്ട് എപ്പോഴും നല്ല ബന്ധമാണ്, നല്ല കണക്ഷനാണ്. അതുകൊണ്ട് ഈ കുട്ടികൾ പ്രവാചകൻ വന്നപ്പോഴത്തേന് സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ 3 മക്കളും ഓടിച്ചാടി വന്ന് റസൂലുള്ളാഹിയുടെ മടിയിലും തോളിലും ഒക്കെ പിടിച്ചു കയറിയപ്പോ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കണ്ണുകൾ നിറഞ്ഞു, റസൂലുള്ളാഹിയുടെ കണ്ണുകൾ നിറഞ്ഞു. ആ കൂട്ടത്തിൽ ഒരു കുട്ടി ചോദിച്ചു, ഞങ്ങളുടെ ഉപ്പ എപ്പോഴാണ് തിരിച്ചെത്തുക? അപ്പൊ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്ന ഒരു മറുപടി ഉണ്ട്, മക്കളെ, ഇന്ന് മുതൽ നിങ്ങളുടെ ഉപ്പ ഞാനായിരിക്കും, ഇന്ന് മുതൽ നിങ്ങളുടെ ഉപ്പ ഞാനായിരിക്കും. ചരിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയും, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പിന്നെ അവിടുന്ന് അങ്ങോട്ട് ഏതൊരു യാത്ര മദീനത്തേക്ക് പുറത്തു പോകുമ്പോഴും ഈ വീട്ടിൽ ആദ്യം വന്ന് ജാഫർ റളിയല്ലാഹുവിന്റെ മക്കളെ താലോലിച്ചിട്ടായിരുന്നു യാത്ര പോകുമായിരുന്നത്. യാത്ര കഴിഞ്ഞ് മടങ്ങി വന്നാൽ ആദ്യം ഈ വീട്ടിൽ വന്നവർക്ക് സമ്മാനം കൊടുത്തിട്ടാണ് സ്വന്തം വീട്ടിലേക്ക് പോകാറുണ്ടായിരുന്നത്. ഞാൻ സൂചിപ്പിക്കുന്നത്, മുൻഗാമികൾ, സഹാബി വര്യന്മാർ, അവരൊക്കെ ദുനിയാവിന്റെ സൗകര്യങ്ങൾ എല്ലാം മാറ്റിവെച്ച്, എല്ലാം അവഗണിച്ച് അവർ പരിശ്രമിച്ചത് ആ സ്വർഗം നേടിയെടുക്കാനായിരുന്നു. ഞാൻ നീട്ടി വിശദീകരിച്ച് പറയാൻ ആഗ്രഹിക്കുന്നില്ല. നമ്മുടെ ജീവിതത്തിൽ ആത്യന്തികമായി നമ്മുടെ വിശ്വാസത്തെയും നമ്മുടെ ആദർശത്തെയും ഒക്കെ നമ്മൾ കെട്ടിപ്പടുത്തു കഴിഞ്ഞാൽ പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് നമുക്ക് മുന്നോട്ട് പോകാനുള്ളത് നമ്മുടെ കർമ്മങ്ങളിലൂടെയാണ്. ഖുർആൻ പറഞ്ഞത് ആ സ്വർഗം തന്നെയായിരിക്കണം നിങ്ങളുടെ താല്പര്യം, ആ സ്വർഗമായിരിക്കണം നിങ്ങളുടെ ലക്ഷ്യം. ഖിതാമുഹു മിസ്കുൻ വഫീ ദാലിക ഫൽയതനാഫസുൽ മുതനാഫിസൂൻ. ആ സ്വർഗത്തെ കുറിച്ച് ഖുർആൻ പറഞ്ഞിടത്ത് അത് അടച്ചു വെച്ചിരിക്കുന്നത് എന്നോ അള്ളാഹു സൃഷ്ടിച്ച് സംവിധാനിച്ച സ്വർഗം ഉന്മയുടെ ലോകത്ത് എവിടെയോ ഉണ്ട്. അത് മൂടി വെച്ചിരിക്കുന്നത് കസ്തൂരി കൊണ്ടാണ്. അതുകൊണ്ട് ആ കസ്തൂരി കൊണ്ട് അടക്കപ്പെട്ട അനുഗ്രഹീതമായ സ്വർഗത്തിന് വേണ്ടി
മത്സരിക്കുന്നവർ മത്സരിക്കട്ടെ എന്ന് ഖുർആൻ പറയാണ്. നമ്മൾ ഒരിക്കലും നമുക്ക് കിട്ടിയ ഈ സൗഭാഗ്യം, നമുക്ക് കിട്ടിയ ഹിദായത്ത് ഒരിക്കലും നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടിയുള്ള ശ്രമം നടത്തണം. അത് നഷ്ടപ്പെടാതിരിക്കാൻ നിരന്തരം പ്രാർത്ഥിക്കണം. നോക്കൂ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പോലും പ്രാർത്ഥിക്കാറുണ്ടായിരുന്ന പ്രാർത്ഥന ഹദീസ് ഗ്രന്ഥങ്ങളിൽ കാണാൻ കഴിയും. അല്ലാഹുമ്മ യാ മുഖല്ലിബൽ ഖുലൂബ് സബ്ബിത് ഖൽബി അലാ ദീനിക്. ഹൃദയങ്ങളെ വിരൽത്തുമ്പിലിട്ട് മാറ്റിമറിച്ചു കൊണ്ടിരിക്കുന്ന അല്ലാഹുവേ, എൻ്റെ ഹൃദയത്തെ നിന്റെ ദീനിൽ ഉറപ്പിച്ചു നിർത്തണമേ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇടക്കിടക്ക് പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു. എന്തുകൊണ്ടാണ്? ഈ പുതിയ കാലം എന്ന് പറയുന്നത് ദീനിൽ നിന്ന് എല്ലാവരും വ്യതിചലിച്ചു പോകുന്ന ഒരു കാലമാണ്. അതാണ് നിരീശ്വര നിർമ്മതവാദവും ദൈവനിഷേധവും ഒക്കെ നമ്മുടെ ചുറ്റിലും പടർന്ന് പന്തലിച്ചു കൊണ്ടിരിക്കുകയാണ്. പുതിയ ന്യൂജൻ, നമ്മുടെ ചെറുപ്പക്കാരും യുവാക്കളും ചെറിയ ചെറിയ പ്രായത്തിലുള്ളവരും ഒക്കെ പലപ്പോഴും ചോദിക്കുന്നത്, എന്തിനാണ് മതം എന്ന് പറയുന്ന ഒരു സംവിധാനം? എന്തിനാണ് മതം? എന്തിനാണ് ദീൻ? അവരവർക്ക് ഇഷ്ടമുള്ളതുപോലെ ജീവിച്ചുകൂടെ എന്നൊക്കെ പറയുന്ന, ചിന്തിക്കുന്ന പുതിയൊരു ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. ഇവിടെയാണ് നമുക്ക് കിട്ടിയ ഈ മഹത്തായ സൗഭാഗ്യം വലിയ അനുഗ്രഹമായിട്ട് നമ്മൾ കാണേണ്ടത്. വലിയ അനുഗ്രഹമായിട്ട് നമ്മൾ കാണേണ്ടത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് രണ്ടാമത്തെ വഹി, മൂന്നാമത്തെ വഹി ഇഖ്റ ബിസ്മി എന്ന് തുടങ്ങിക്കൊണ്ടുള്ള ആയത്തിറങ്ങി. ഏതാനും ഇടവേളയ്ക്ക് ശേഷം വീണ്ടും യാ അയ്യുഹൽ മുദ്ദസ്സിർ എന്നുള്ള ഏതാനും ആയത്തുകൾ ഇറങ്ങി. അത് കഴിഞ്ഞിട്ട് പിന്നെ ഇറങ്ങിയ ആയത്തേതാണ്? വഅൻദിർ അശീറത്തക്കൽ അഖ്റബീൻ. പ്രവാചകരെ, താങ്കളുടെ അടുത്ത കുടുംബക്കാർക്ക് ഇത് പറഞ്ഞു കൊടുക്കുക. അടുത്ത കുടുംബക്കാരെ വിളിച്ചിട്ട് പറഞ്ഞു കൊടുക്കണം. അപ്പൊ നമ്മുടെ ബാധ്യതയാണ് നമ്മുടെ ചുറ്റിലുമുള്ള നമ്മുടെ കൂടെയുള്ളവർക്ക് ഇത് പറഞ്ഞു കൊടുക്കുക, നമ്മുടെ വേണ്ടപ്പെട്ടവർക്ക് ഇത് പറഞ്ഞു കൊടുക്കുക. ഒരിക്കലും ഈ സന്ദേശം എത്താതിരിക്കാൻ പാടില്ല. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ആയത്ത് ഇറങ്ങിയ ഉടനെ തന്റെ കുടുംബക്കാരെ മുഴുവൻ വീട്ടിലേക്ക് വിളിച്ചു വരുത്തി. അബ്ദുമനാഫിന്റെ മക്കളെയും ബനു ഹാഷിമിന്റെ മക്കളെയും അബ്ദുൽ മുത്തലിബിന്റെ മക്കളെയും ഒക്കെ തന്റെ വീട്ടിൽ വിളിച്ച് അവർക്കൊരു വിരുന്നൊരുക്കി, നല്ല ഭക്ഷണം ഉണ്ടാക്കി അവർക്ക് കൊടുക്കുകയും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിയ്യത്ത് അവർ ഭക്ഷണം കഴിച്ച് കഴിഞ്ഞതിന് ശേഷം ഈ കാര്യം അവർക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കണമെന്നായിരുന്നു. പക്ഷെ ഈ ഭക്ഷണം കഴിഞ്ഞ പാടെ ഉടനെ തന്നെ ആ കൂട്ടത്തിലുണ്ടായിരുന്ന പിതൃവ്യൻ അബൂലഹബ് എണീറ്റിട്ട് പറഞ്ഞു, നമ്മുടെ ഭക്ഷണമൊക്കെ കഴിഞ്ഞു, ഇനി എല്ലാവർക്കും പിരിഞ്ഞു പോകാം, ഇനി ആരും ഇവിടെ ഇരിക്കേണ്ടതില്ലെന്ന് പറഞ്ഞു. എല്ലാ ആളുകളും എണീറ്റ് പോയി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്താണ് ഉദ്ദേശിച്ചത് അത് പറയാൻ കഴിയാത്തൊരു സാഹചര്യം ഉണ്ടായി. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ചെറിയൊരു സങ്കടം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഏതാനും ദിവസം കഴിഞ്ഞപ്പോൾ വീണ്ടും രണ്ടാമത്തെ ഒരു വിരുന്നിന് ഇവരെ മുഴുവൻ തന്റെ വീട്ടിലേക്ക് റസൂലുള്ളാഹി വിളിച്ചു. എന്നിട്ട് അവർക്ക് ഭക്ഷണം ഒരുക്കി. അന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തന്ത്രപരമായിട്ടാണ് കാര്യങ്ങൾ നീക്കിയത്. എല്ലാവരും ഭക്ഷണം കഴിക്കാൻ തുടങ്ങിയപ്പോൾ തന്നെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഭക്ഷണം കഴിക്കാതെ എണീറ്റ് നിന്നിട്ട് പ്രസംഗിക്കാൻ തുടങ്ങി. ഈ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്ന തന്റെ കുടുംബക്കാരായ ബനൂ ഹാഷിമിന്റെയും അബ്ദുൽ മുത്തലിബിന്റെയും അബ്ദുമനാഫിന്റെയും മക്കളുടെ മുമ്പിൽ, കുടുംബക്കാർക്ക് മുമ്പിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എണീറ്റ് നിന്നിട്ട് തുടങ്ങുകയാണ്. അൽഹംദുലില്ലാ എന്ന് പറഞ്ഞിട്ട് ഹംദും സ്വലാത്തും ഒക്കെ ആയിട്ട് ആണ് തുടങ്ങുന്നത്. അങ്ങനെ തുടങ്ങി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എത്തിയത്, ഞാൻ അള്ളാഹുവിന്റെ ദൂതനാണ്, അള്ളാഹു അല്ലാതെ ഇലാഹില്ല എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾ ഒരു ദിവസം ഉറങ്ങുന്നത് പോലെ മരിക്കും, ഒരു ദിവസം നിങ്ങൾ ഉറക്കിൽ നിന്ന് ഉണരുന്നത് പോലെ നിങ്ങൾ പുനർജീവിപ്പിക്കും, രണ്ടാമത് നിങ്ങളെ ഉയർത്തെഴുന്നേൽപ്പിക്കും, പിന്നെ സ്വർഗമുണ്ട്, പിന്നെ നരകമുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ പ്രസംഗം നിർത്തി. അവർ ഈ കേട്ടതൊക്കെ പുതിയ വാക്കുകളായിരുന്നു, അവർ ഈ കേട്ടതൊക്കെ പുതിയതായിരുന്നു. അവർക്ക് ആകെ അറിയുന്നത് ലാത്തയും ഉസ്സയും മനാത്തയും, ഇതിന്റെ അപ്പുറത്ത് വേറൊന്നും അറിയാത്ത ഒരു സമൂഹമായിരുന്നു അവര്. ഇതെല്ലാം കേട്ടു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ സംസാരം അവസാനിപ്പിച്ചപ്പോൾ ആ കൂട്ടത്തിൽ നിന്ന് അബൂ ലഹബ് എണീറ്റു. റസൂലുള്ളാഹിയുടെ പിതൃവ്യൻ അബൂ ലഹബ് എണീറ്റിട്ട് പറഞ്ഞു, മുഹമ്മദ്, ഇതിനു വേണ്ടിയാണോ നീ ഞങ്ങളെ വിളിച്ചു വരുത്തിയത്? നീ ഇതിനു വേണ്ടിയാണോ വിളിച്ചു വരുത്തിയത്? ഒരിക്കലും ഞാൻ ഇതിന് സപ്പോർട്ട് ചെയ്യുകയില്ല. നിന്നെ നീ പോകുന്ന വഴിയിലൊക്കെ ഞാൻ തടസ്സം സൃഷ്ടിക്കും, ഞാൻ തടസ്സമുണ്ടാക്കും. അതുകൊണ്ട് നീ ഉദ്യമത്തിൽ നിന്ന് മാറണമെന്ന് പറഞ്ഞ് അദ്ദേഹം ഇരുന്നപ്പോ രണ്ടാമത്തെ പിതൃവ്യൻ അബൂ ത്വാലിബ് എണീറ്റിട്ട് പറഞ്ഞു, മുഹമ്മദ് പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, നീ കൊണ്ടുവന്നത് അംഗീകരിക്കാൻ ഞാൻ ആളല്ല. പക്ഷേ അബൂലഹബ് പറഞ്ഞതുപോലെയല്ല ഞാൻ പറയുന്നത്. നീ പോകുന്ന വഴിയിൽ നിനക്ക് പിന്തുണയായിട്ട് ഞാനുണ്ടാവും, നിനക്ക് സപ്പോർട്ടായിട്ട് ഞാനുണ്ടാകും. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കണ്ണുകൾ നിറഞ്ഞു.
രണ്ട് പിതൃവ്യന്മാർ, ഒരാൾ എതിര് നിൽക്കുമെന്ന് പറയുന്നു, ഒരാൾ പിന്തുണ നൽകുമെന്ന് പറയുന്നു. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് സമാധാനമായി, ഇതുമായി മുന്നോട്ട് പോവാൻ തന്നെ തീരുമാനിച്ചു. അടുത്ത ദിവസം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ വീണ്ടും ഒരു പ്രഭാതത്തിൽ ഈ ആളുകളെ മുഴുവൻ സഫാ കുന്നിന്റെ മുകളിലേക്ക് വിളിച്ചു. മക്കയിലെ സഫാ കുന്നിന്റെ മുകളിലേക്ക് വിളിച്ചു. എന്നിട്ട് അവരോട് വീണ്ടും ഈ കാര്യങ്ങൾ ഉണർത്തുകയാണ്. എന്താണ് ഉണർത്തുന്നത്? നമ്മുടെ ജീവിതത്തിന് ഒരു അവസാനമുണ്ട്, ഒരു പര്യവസാനമുണ്ട്. അത് കഴിഞ്ഞാൽ നമുക്ക് ഖബർ ജീവിതമുണ്ട്. അത് കഴിഞ്ഞാൽ ഖിയാമത്ത് വരും, പരലോകമുണ്ട്, അവിടെ രക്ഷയും ശിക്ഷയുമുണ്ട്. ഇതൊക്കെ പറഞ്ഞ് പ്രവാചകൻ ഇങ്ങനെ പറയാൻ തുടങ്ങി. എല്ലാവരെയും വിളിച്ചു. ഓരോരുത്തരെ പ്രത്യേകം പറഞ്ഞ സമയത്ത് അവിടുന്ന് അബൂലഹബ് വീണ്ടും അവിടുന്ന് നബിയെ ചീത്ത പറഞ്ഞ് പ്രവാചകനോട് മോശമായി സംസാരിച്ച് എന്താ പറഞ്ഞത്? തബ്ബല്ലക യാ മുഹമ്മദ്, മുഹമ്മദേ നിനക്ക് നാശം, ഇതിനു വേണ്ടിയാണോ നീ ഞങ്ങളെ വിളിച്ചു വരുത്തിയത് എന്ന് പറഞ്ഞിട്ട് അവിടുന്ന് ഇറങ്ങിപ്പോവുകയാണ്. അദ്ദേഹത്തിന്റെ കൂടെ ധാരാളം ആളുകൾ പോയി. ഒറ്റപ്പെട്ടവർ മാത്രമാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ നിന്നത്. ഉടനെ വിശുദ്ധ ഖുർആനിലെ ചെറിയ അധ്യായമായ സൂറത്തുൽ ലഹബ് അവതരിക്കുകയായിരുന്നു. തബ്ബത് യദാ അബീ ലഹബിൻ വതബ് മാ അഗ്നാ അൻഹു മാലുഹു വമാ കസബ് സയസ്ലാ നാറൻ ദാത ലഹബിൻ വംറഅതുഹു ഹമ്മാലത്തുൽ ഹതബ് ഫീ ജീദിഹാ ഹബ്ലും മിൻ മസദ്. അബൂലഹബിന്റെ ഇരുകരങ്ങളും നശിക്കട്ടെ, നശിച്ചിരിക്കുന്നു. അദ്ദേഹം സമ്പാദിച്ചതൊന്നും അദ്ദേഹത്തിന് ഉപകരിക്കുകയില്ല. അദ്ദേഹവും അദ്ദേഹത്തിന്റെ ഭാര്യയും നാളെ നരകത്തിലായിരിക്കും എന്നിങ്ങനെ പറഞ്ഞിട്ടുള്ള ഈ ആയത്ത്, ഈ സൂറത്ത് അവതരിച്ചപ്പോ ഈ സൂറത്ത് കേട്ടവർ അബൂലഹബിന്റെ മുമ്പിൽ പോയിട്ട് ഓതി കൊടുക്കുന്നു. നമ്മൾ ആലോചിച്ച് നോക്കൂ. ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, പലപ്പോഴും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആഗ്രഹിച്ച രക്തപ്പിറപ്പുകൾ, കൂടപ്പിറപ്പുകൾ വരെ നാളെ നരകത്തിന്റെ വക്താക്കളായിട്ട് മാറുകയാണ്, നരകത്തിന്റെ അവകാശികളായിട്ട് മാറുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ആയത്ത്, ഈ സൂറ അവതരിച്ചപ്പോ അബൂലഹബിന് ഇത് ഓതിക്കൊടുത്തപ്പോ അബൂലഹബ് അവിടെ മുതൽ പീഡനം ശക്തമാക്കുകയായിരുന്നു, ഉപദ്രവം ശക്തമാക്കുകയായിരുന്നു. ആക്ഷേപത്തെ വീണ്ടും ഒന്നുകൂടി ശക്തിയോടുകൂടി മുന്നോട്ട് കൊണ്ടുപോകാൻ തീരുമാനിച്ചു. അതിന്റെ ഒന്നാമത്തെ സ്റ്റേജ് എന്ന് പറയുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ രണ്ട് മക്കളെയും വിവാഹമോചനം നടത്തുകയാണ്. നമ്മൾ ആലോചിക്കൂ, അബൂലഹബിന്റെ രണ്ടാൺമക്കൾ ഉത്തുബയും ഉത്തൈബയുമായിരുന്നു. നുബുവത്തിന്റെ മുമ്പ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖദീജ റളിയല്ലാഹു അൻഹയുടെ മക്കളായ സൈനബ് റളിയല്ലാഹു അൻഹയെയും ഉമ്മു കുൽസൂം റളിയല്ലാഹു അൻഹയെയും റുഖിയ റളിയല്ലാഹു അൻഹയെയും ഉമ്മു കുൽസൂം റളിയല്ലാഹു അൻഹയെയും കല്യാണം കഴിച്ചത്. ഈ പിതാവും മാതാവും അദ്ദേഹം പറഞ്ഞു, മക്കളെ വിളിച്ചിട്ട് ഉത്തുബയെ വിളിച്ചു പറഞ്ഞു, ഉത്തൈബയെ വിളിച്ചു പറഞ്ഞു, നമ്മളെ ആക്ഷേപിച്ചുകൊണ്ട്, നിങ്ങളുടെ ഉമ്മയെ ആക്ഷേപിച്ച്, നിങ്ങളുടെ ഉപ്പയായ എന്നെ ആക്ഷേപിച്ച് ഖുർആനിൽ ഇതാ അധ്യായം ഇറങ്ങിയിരിക്കുന്നു. ആർക്കാണോ ഈ അധ്യായം ഇറങ്ങിയത്, ആ മുഹമ്മദിന്റെ മക്കൾ ഒരിക്കലും നമ്മുടെ മരുമക്കളായിട്ട് ഈ വീട്ടിൽ പാടില്ല. വിവാഹമോചനം നടത്തണം. അനുസരിക്കുന്ന രണ്ട് മക്കളും ഉടനെ വിവാഹമോചനം നടത്തി വീട്ടിൽ കൊണ്ടാക്കി. നമ്മൾ ആലോചിച്ച് നോക്കൂ, നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഈ ദീനിനു വേണ്ടി പ്രവർത്തിച്ചതിന്റെ പേരിൽ, ഈ ആദർശത്തിന് വേണ്ടി പണിയെടുത്തതിന്റെ പേരിൽ നമ്മൾ ആരെങ്കിലും കഷ്ടപ്പെട്ടിട്ടുണ്ടോ? നമ്മൾ ആരെങ്കിലും ബുദ്ധിമുട്ടിയിട്ടുണ്ടോ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ രണ്ട് മക്കളും ഒരേ സമയത്ത് ആ വീട്ടിലേക്ക് ഇറങ്ങി വരികയാണ്, വീട്ടിലേക്ക് മടങ്ങി വരികയാണ്. റസൂലുള്ളാഹിയുടെ ആൺമക്കളൊക്കെ ചെറുപ്പത്തിൽ മരണപ്പെട്ടു. ഒരിക്കലും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിനോട് ഒരിക്കലെങ്കിലും സങ്കടം, പടച്ചവനെ എന്തിനാണ് എന്നെ ബുദ്ധിമുട്ടിക്കുന്നത്, എന്തിനാണ് എന്നെ പ്രയാസപ്പെടുത്തുന്നത്, എന്ത് കുറ്റമാണ് അല്ലാഹുവേ ഞാൻ നിന്നോട് ചെയ്തത് എന്ന് പറഞ്ഞ് റസൂലുള്ളാഹി ഒരിക്കലും സങ്കടപ്പെട്ടിട്ടില്ല. എല്ലാം സഹിച്ച്, എല്ലാ നിലക്കും ക്ഷമിച്ച് അള്ളാഹുലേക്ക് മടങ്ങുകയായിരുന്നു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഞാനതുകൂടെ പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. അങ്ങനെ അത് കഴിഞ്ഞു. രണ്ടാമത്തെ സ്റ്റേജിൽ പിന്നെ നബിയെ എല്ലാ നിലക്കും ഉപദ്രവിച്ചു കൊണ്ടിരുന്നു അബൂലഹബ്. പിന്നെ ചരിത്രത്തിൽ കാണാൻ കഴിയും, അബൂലഹബ് ബദർ യുദ്ധം നടക്കുന്ന സമയത്ത് എല്ലാവരും ഈ ബദറിലേക്ക് പുറപ്പെട്ടപ്പോ ഭീരുവായ ഈ വല്ലാത്ത മനസ്സിൽ ഈ പേടിയുള്ള അബൂലഹബ് യുദ്ധത്തിന് പോകാതെ അവിടെ തന്നെ കഴിച്ചുകൂട്ടി, മക്കയിൽ തന്നെ നിന്നു. അദ്ദേഹം യുദ്ധത്തിന് പോയില്ല. അങ്ങനെ തിരിച്ച് മുസ്ലിങ്ങൾ വിജയിച്ച് ശത്രുക്കൾ പരാജയപ്പെട്ട സമയത്ത് ധാരാളക്കണക്കിന് നേതാക്കന്മാർ, അബൂജാഹിൽ അടക്കമുള്ള ഉത്തുബയും ഷൈബയും വലീദും എല്ലാവരും അവര് കൊല്ലപ്പെട്ട വിവരമാണ് അറിയുന്നത്. അങ്ങനെ തിരിച്ചു വന്ന് ഈ അബൂലഹബ് വാർത്ത കേട്ടപ്പോ മാനസികമായിട്ട് തളർന്നു. അദ്ദേഹത്തിന് വല്ലാത്ത ഒരു വിഷാദ രോഗം പിടിപെട്ടു.
പിന്നെ അത് വസൂരിയായി മാറി, ശരീരമൊക്കെ പഴുത്ത് വ്രണമായി. അദ്ദേഹം ദാരുണമായിട്ട് മരിക്കുന്നു. അദ്ദേഹത്തിന്റെ മക്കളും കുടുംബം വരെ അദ്ദേഹത്തിന്റെ മയ്യത്തിനെ അവഗണിക്കുകയാണ്, കൈവിടുകയാണ്. പിന്നെ ഏതോ തൊഴിലാളികളെ കൊണ്ട് അത് കബറടക്കിപ്പിച്ചു എന്നുള്ളതൊക്കെ ചരിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നു. പിന്നീട് അത് കഴിഞ്ഞിട്ട് ചരിത്രത്തിൽ കാണാൻ കഴിയും, ഈ അബൂലഹബിന്റെ മക്കളായിട്ടുള്ള ഉത്തുബയും അതേപോലെ തന്നെ മുഅത്തബും ദുർറ എന്ന് പറയുന്ന പെൺകുട്ടിയും ഒക്കെ ഇസ്ലാമിന്റെ സന്നിധാനത്തിലേക്ക് കടന്നു വന്നു. ഞാനിതൊക്കെ പറഞ്ഞെന്തിനാ ചോദിച്ചാൽ, അപ്പൊ പിതാക്കന്മാർക്ക് കിട്ടാത്തത് മക്കൾക്ക് കിട്ടി, പിതാക്കന്മാർക്ക് കിട്ടാത്ത ഹിദായത്ത് മക്കൾക്ക് കിട്ടി. വലീദ് ഇബ്നു മുഗീറയ്ക്ക് കിട്ടാത്തത് ഖാലിദ് ഇബ്നുൽ വലീദ് റളിയല്ലാഹു അൻഹുവിന് കിട്ടി. അബൂജാഹിലിന് കിട്ടാത്തത് മകൻ ഇക്രിമക്ക് കിട്ടി റളിയല്ലാഹു അൻഹു. ഇവിടെ നമുക്കും ഇതുപോലെ അള്ളാഹുവിന്റെ തൗഫീഖും അനുഗ്രഹവും ഒക്കെ കിട്ടിയത് കൊണ്ടാണ് ഈ ആദർശവും ഈ വിശ്വാസവും ഈ കറകളഞ്ഞ ഈ തൗഹീദും ഒക്കെ ലഭിച്ചത് എന്നുള്ള ആത്മനിർവൃതിയിൽ നമ്മൾ മുന്നോട്ട് പോകുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിലൊക്കെ നമുക്ക് കൂടുതൽ ആത്മസന്തോഷവും ആ നിലക്കുള്ള മനസ്സുമൊക്കെ ഉണ്ടാവുക എന്നുള്ളൊരു തിരിച്ചറിവായിരിക്കണം എല്ലാ സമയങ്ങളിലും ഉണ്ടാവേണ്ടത്. ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുമ്പോൾ നമുക്ക് അള്ളാഹു നൽകിയ ഈ ഹിദായത്തും ഈ അനുഗ്രഹവും ഒക്കെ നിലനിർത്തി അതിനൊക്കെ അള്ളാഹുവിനോട് ശുക്ർ പറഞ്ഞ് നിരന്തരമായിട്ട് അവനെ സ്തുതിച്ച് അതിൻ്റെ അടിസ്ഥാനത്തിൽ അവനോടുള്ള നന്ദിയും കടപ്പാടുമൊക്കെ രേഖപ്പെടുത്തി ജീവിതത്തെ ധന്യമാക്കാൻ വേണ്ടി പരിശ്രമിക്കുമ്പോഴാണ് നാളെ പരലോകത്ത് വലിയ ഒരു സ്വർഗവും അനുഗ്രഹീതമായിട്ടുള്ള സുഖസൗകര്യങ്ങളും ഒക്കെ നമുക്ക് ലഭിക്കുക എന്ന തിരിച്ചറിവിലൂടെ നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ അവിടെയൊക്കെ നമുക്ക് അള്ളാഹുവിൻ്റെ തൗഫീഖും അനുഗ്രഹവും എല്ലാവിധ നിഅമത്തും നമ്മിലേക്ക് കടന്നു വരും. അത്തരത്തിൽ ആലോചിച്ച് ചിന്തിച്ച് ജീവിതത്തെ അള്ളാഹുലേക്ക് കൂടുതൽ അടുപ്പിച്ച് അവൻ്റെ തൃപ്തിയും അവൻ്റെ പൊരുത്തവും ഒക്കെ നേടി നാളെ പരലോകത്ത്